ദൈവത്തിന്റെ വചനമായി ഇന്ന് രാത്രി നമ്മൾ ഇടപെടുന്ന അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഏതെങ്കിലും മേഖലകളിൽ ജീവൻ അറ്റുപോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ ജീവൻ വ്യാപരിക്കുന്ന രാത്രിയാണ്. സ്വന്തം ഹല്ലേലൂയ. അതൊരു വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ ഇന്ന് രാത്രി തുടർന്നുള്ള സമയങ്ങൾ കർത്താവിന്റെ വചനത്തിൽ നമ്മൾ ഷെയർ ചെയ്യും. കരങ്ങളെ അടിച്ച് കർത്താവിനെ സ്വാഗതം ചെയ്യാം. ഹല്ലേലൂയ. നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഉയർത്താൻ കൊള്ളാകുന്ന ഏക നാമം യേശുവാണ്. ഞാൻ ഇങ്ങോട്ട് ഇവിടെ വന്ന് കാർ അവിടെ പുറത്തിട്ടിട്ട് നടന്നിങ്ങോട്ട് വന്ന് വരുമ്പോൾ കേൾക്കുന്ന പാട്ട്, എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. ബ്രദർ അത് പാടി, എനിക്ക് പേരറിയില്ല നിങ്ങളെ, ഞാൻ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി, എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. പകൽ ശില്പിയായി പണിഞ്ഞ നരമതി, പകൽ ശില്പിയായി പണിഞ്ഞ നരമതി, നരനോട് കൊണ്ടുപോയാൽ മതി, എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. കാര്യം ഞാൻ ഈ ആഴ്ച മുഴുവൻ പാടിക്കൊണ്ട് നടന്ന പാട്ട് ആ പാട്ടായിരുന്നു. എത്രയോ ആവർത്തി പാടിയെന്ന് എനിക്ക് പോലും അറിയില്ല, പഴയ പാട്ട്. വീട്ടിൽ രാവിലെ മുതൽ ആമേൻ മൊത്തം ഇതങ്ങ് ഇട്ടിരിക്കുകയായിരുന്നു ഈ പാട്ട്. കഴിഞ്ഞ മൺഡേ ട്യൂസ്ഡേ എല്ലാം അതിവിടെ വന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്കെല്ലാം ഭയങ്കര സന്തോഷമായി. കാര്യം നമ്മുടെ ക്ലൈമാക്സ് അവൻ്റെ അടുക്കൽ എത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് അത് പാടിയ സഹോദരന് സല്യൂട്ട്, ദൈവം അനുഗ്രഹിക്കട്ടെ. വന്ദനം ചൊല്ലുകയും എന്ന് പൗലോസ് പറയുന്ന വേർഡ് എത്ര ശ്ലാഘനീയമാണ്. അതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന സല്യൂട്ട് ചെയ്യുന്നു എന്നാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. നിറഞ്ഞ പ്രത്യാശയാൽ ഞാൻ ദിനമൊക്കെയും പറഞ്ഞ വാക്കോർത്ത് മാത്രം പാർത്തിയിടുന്നു. നിർത്തണമേ വിശുദ്ധ ആത്മാവിനാൽ പറന്നേറി വാനിലെത്തി വസിച്ചാൽ മതി. ഭക്തന് ആശ്വസിക്കുവാൻ ഈ ധരയിൽ ദൈവം പല ഓട്ട് കഷണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്ന വചനം, അതിലൊന്നാണ് പാടുന്ന പാട്ടുകൾ. പല ഓട്ട് കഷണങ്ങൾ ഉള്ളതിൽ ആശ്വാസം പ്രാപിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രി ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യും. പ്രാർത്ഥിക്കാൻ ദൈവമക്കളും പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുള്ളിടത്തോളം കാലം അത്ഭുതം നടക്കാതെ പോകയില്ല. സ്വാർത്ഥ ദൈവസഭയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പല രാജ്യങ്ങളിലുള്ള സ്വാർത്ഥയുടെ ചർച്ചസിൽ പോയി കൺവെൻഷനിൽ പ്രസംഗിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകിയിട്ടുണ്ട്. ഒരു ഉണർവിന് വേണ്ടി നിൽക്കുന്ന ഈ പ്രസ്ഥാനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ഇത്രയും പേർ ഒന്നിച്ചു ചേർന്ന് ഈ കൺവെൻഷനിൽ സ്തോത്രം ചെയ്യുമ്പോൾ തന്നെ ഭാരതത്തിൽ ഒരു ഉണർവ് ഒരു ഭാഗത്ത് നടക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് കണ്ട ചിലരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ദൈവമക്കൾ സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. വളരെ സന്തോഷത്തോടെ ഇന്ന് രാത്രി നിങ്ങൾക്ക് കൈമാറാനുള്ള ദൈവത്തിന്റെ തിരുവചനം തുറക്കുവാൻ കർത്താവിന്റെ നാമത്തിൽ ശരണപ്പെടുകയാണ്. സുവിശേഷങ്ങളിൽ നിന്ന് ഒരു വചനം, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 28-ാമത്തെ തിരുവചനമാണ് ഇന്ന് രാത്രി നിങ്ങൾക്ക് കൈമാറുവാൻ സർവശക്തനാകുന്ന ദൈവം എന്റെ പക്കൽ തന്നയച്ചിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 28-ാമത്തെ വാക്യം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കും. ശ്രദ്ധിച്ചാൽ അതിന്റെ ശേഷം സകലവും തെളിഞ്ഞിരിക്കുന്ന യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകുമെന്ന് എനിക്ക് ദാഹിക്കുന്നു പറഞ്ഞു. അതിന്റെ ശേഷം സകലവും തിരഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. ആവർത്തിക്കുന്നു. അതിന്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. വളരെ മനോഹരമായൊരു വചനം മനോഹരമാണെങ്കിലും ആ ഏരിയ അത്ര മനോഹരമല്ല. നമ്മെ നാമാക്കി മാറ്റുവാൻ നമുക്കായി നമ്മുടെ നാഥൻ പരമയാഗമായി തീർന്ന കാൽവറിയുടെ കൊലക്കളത്തിൽ നിന്ന് പുറപ്പെട്ട ഒരു മൊഴിയാണ് ഇന്ന് രാത്രി നാം വായിച്ചത്. ഈ സ്റ്റേജിൽ ഇവിടെ ഒരു ഫ്ലക്സ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്ന വേർഡ്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അതിൻ്റെ അപ്പുറത്തൊരു ഉയർന്ന സബ്ജക്റ്റ് ബൈബിളിലില്ല.
ഏറ്റവും വലിയ സബ്ജക്ട് യേശു ക്രൂശിക്കപ്പെട്ടു. എത്ര പേർക്ക് ആമേൻ എന്ന് പറയാൻ കഴിയും? ഇന്ന് രാത്രി എന്നെ ഇവിടെ നിർത്തിയത്, നിങ്ങളിവിടെ ഇരുത്തിയത് പിതാക്കന്മാരുടെ സ്വത്തിന്റെ ബാക്കി ഷെയർ അല്ല. ഇന്ന് രാത്രി നമുക്കായി പരമയാഗമായ യേശുവിന്റെ കാൽവറിയിലെ ബലിമരണത്തിന്റെ ബാക്കിയ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് കൈതട്ടുന്ന ദൈവമക്കളുടെ ആയുസ്സെന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞാൽ അനുഭവിച്ച ദൈവമക്കളെല്ലാം സന്തോഷത്തോടെ ആ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇന്ന് രാത്രി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഇവിടെ പ്രസംഗിക്കുവാൻ. കാര്യം പഴയ നിയമം നിഴലും പുതിയ നിയമം അതിന്റെ പൊരുളുമാണ്. പഴയ നിയമത്തിൽ പറന്നു കൊത്തുന്ന അഗ്നിസർപ്പം തലയിൽ കൊത്തി അല്ലെങ്കിൽ ശരീരത്തിൽ കൊത്തി ചുറ്റി വിഷമിറക്കുമ്പോൾ വിക്കനാകുന്നവൻ വിക്കി വിക്കി യാഹ്വേ എന്ന് വിളിച്ചപ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കാതെ പോയി കൊടിമരത്തിൽ താമ്രസർപ്പത്തെ നാട്ട് നോക്കുന്നവർ ജീവൻ പ്രാപിക്കുമെന്ന് പറഞ്ഞ മോസസ് താമ്രസർപ്പത്തെ കൊടിമരത്തിന്മേൽ നാട്ടിയിട്ട് അനൗൺസ് ചെയ്തു, നോക്ക്, വിഷം ശരീരത്തിൽ ഇറങ്ങിയാലും മരിക്കില്ല. അഗ്നിസർപ്പത്തെക്കാൾ പവർ താമ്രസർപ്പത്തിലാണ്. അന്ന് ജീവനില്ലാത്ത താമ്രസർപ്പത്തിലേക്ക് നോക്കിയ നിഴലെന്ന പഴയ നിയമത്തിൽ ജനം ജീവിച്ചെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിഴലായവനെ അല്ല ഉയർത്തുന്നേ, അർത്ഥാൽ പൊരുളായി ഇറങ്ങി വന്ന നമ്മുടെ മിശിഹായ യേശുവെ ഇന്ന് രാത്രി ഉയർത്തുമ്പോൾ ഈ കരങ്ങളും നീട്ടി ആ വചനം സ്വീകരിപ്പാൻ തന്റെ ദൈവമക്കൾ ആത്മാവിൽ ആമേൻ എന്ന് പറയുക. രാത്രിയിലെ സന്ദേശം മുഖാന്തരം സ്വർഗത്തിന് സന്തോഷമുണ്ടാകും. കാര്യം ഇത് പകരം വീട്ടുന്ന സന്ദേശമാണ്. മനുഷ്യൻ മനുഷ്യനെതിരെ പകരം വീട്ടുന്ന സന്ദേശമല്ല. സഭ സഭയ്ക്കെതിരെ പകരം വീട്ടുന്ന സന്ദേശമല്ല. ശുശ്രൂഷകൻ ശുശ്രൂഷകനെതിരെ പകരം വീട്ടുന്ന സന്ദേശമല്ല. അർത്ഥാൽ യുദ്ധവീരനാകുന്ന യേശു തന്റെ ജനത്തെ ഒതുക്കി വെച്ച അന്ധകാര ശക്തിയെ കാൽവറിയിൽ തകർത്തെറിഞ്ഞെങ്കിൽ ആ പ്രോത്സാഹനമെന്നവണ്ണം, ആ സുവിശേഷത്തിന്റെ പ്രോത്സാഹനമെന്നവണ്ണം ഇന്ന് രാത്രി ഈ വെള്ളിക്കാഹളമൂതി അടൂർ പട്ടണത്തെ സുവിശേഷത്തിലേക്ക് വിളിക്കുമ്പോൾ അതിനെതിരെ നിൽക്കുന്ന ശത്രുവിന് ഒരു തിരിച്ചടിയായി ഇന്ന് രാത്രിയിലെ സന്ദേശം മാറുമെന്ന് തിരിച്ചറിവുള്ള ദൈവമക്കൾ ആത്മാവിൽ സ്തോത്രം ചെയ്യട്ടെ. നമുക്കൊരുമിച്ച് ഈ മീറ്റിംഗിന്റെ ഇടയിൽ ഒന്ന് പറന്നു ചെല്ലാം. എങ്ങോട്ട്? ആ കാൽവറിയുടെ കൊലക്കളത്തിലേക്ക്, നമുക്കായി പരമയാഗമായ നസറത്തുകാരന്റെ അടുക്കിലേക്ക് വരിക. ഒരു തെറ്റും ചെയ്യാത്ത ദൈവത്തിന്റെ കുഞ്ഞാടിനെ അവർ പിടിച്ചു. അവർ പിടിച്ച 5 മതകോടതികളിൽ മാറി മാറി വിസ്തരിച്ചു. ഹന്നാവ്, കയ്യഫാവ്, പീലാത്തോസ്, ഹേരോദാവ്, സൻഹെദ്രിൻ സംഘം 5 കോടതികളിൽ മാറി മാറി വിസ്തരിച്ചിട്ട് ഒരു തെറ്റും ചെയ്യാത്ത ദൈവത്തിന്റെ കുഞ്ഞാടിനെ, ഷാരോനിലെ പനിനീർ പുഷ്പത്തെ, താഴ്വരയിലെ താമര പൂവിനെ, വെണ്മയും ചുവപ്പും ഇടകലർന്ന സൗന്ദര്യമുള്ളവനെ, 10,000ങ്ങളിൽ അതിശ്രേഷ്ഠനെ ഇന്ന് രാത്രി അറിയുക. ഇങ്ങനെ സൗന്ദര്യമുള്ള ഒരുവൻ ഭൂമിയിൽ യേശു അല്ലാതെ മറ്റൊരാളില്ലെന്ന് ഞാൻ പറയുമ്പോൾ അവന്റെ സൗന്ദര്യം ആകർഷിച്ച് അകത്തോട്ട് കയറിയ ദൈവമക്കൾക്കായ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു സഹോദരി ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന ഒരു മേഖല എനിക്കറിയാം. മിക്കവരും ആദ്യം ഒറ്റയ്ക്കാണല്ലോ വിശ്വാസത്തിൽ വരുന്നത്. വിശ്വാസത്തിന് മാത്രം കൂട്ടുമന്ത്രി സഭയില്ല. ഭർത്താവിനോട് ചോദിച്ചിട്ടല്ല ഭാര്യയെ വിടിവിക്കുന്നത്, ഭാര്യയോട് ചോദിച്ചിട്ടല്ല ഭർത്താവിനെ വിടിവിക്കുന്നത്. വ്യക്തിപരമായി എല്ലാവരുടെ കൂടുതൽ ഒരുമിച്ച് വരുമ്പോൾ വന്നേക്കാം, വേണ്ട ആരെ അങ്ങനെ പറയും. പോരാ, ചേർന്ന് പറ ആമേൻ. ഇവള് ദൈവകൃപയെ വന്നപ്പോഴും ഞങ്ങൾക്കൊരു ഭയമുണ്ട്. കാര്യം വന്നിരിക്കുന്ന ഏറിയ അത്ര നല്ല ഏറിയ അല്ല. ഞങ്ങൾ പോലും വേഷം മാറി അവിടെ പോകുന്നത്. മീൻസ് ഈ വേഷത്തിൽ അവിടെ ചെല്ലാൻ പറ്റില്ല, പോയാൽ തിരിച്ചു വരും നടക്കുകയാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ദേശം ഉണ്ടോ നാട്ടിൽ? ഉണ്ട് സഹോദരങ്ങളെ. വേല ചെയ്താൽ മനസ്സിലാകും, കുത്തിയിരുന്നാൽ മനസ്സിലാകില്ല. ഇവിടെ സ്നാനപ്പെടുന്നതിന് മുമ്പേ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. ആ ഒരു ദിവസം മെഡിക്കൽ സ്റ്റോറിൽ പോകാന്നൊക്കെ പറഞ്ഞ് ഗുളിക മേടിക്കാൻ പോകുന്ന പറഞ്ഞൊക്കെ ചർച്ചിലോട്ട് വരുന്നത്. പോകുന്ന വഴിക്ക് പുള്ളി പാരസെറ്റമോൾ വാങ്ങിച്ചോണ്ട് പോയി. ചുമ്മാ കഴിച്ചാലും പ്രശ്നമില്ലാത്തൊരു മരുന്ന് ആളുകൾ, അത്ര ഗുണവും ഇല്ലല്ലോ. അപ്പൊ ഇവിടെ വന്ന് അഭിഷേകം പ്രാപിച്ച് പോയത് കൊണ്ടാണ് ഒച്ച എന്ന് അടച്ചു. അവിടെ ചെന്ന് വൈകുന്നേരം ഭർത്താവ് വന്ന സമയത്ത് ചോദിച്ചു, എന്താ ഒച്ച അടക്കിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. കക്ഷി ആദ്യത്തെ തീഷ്ണതയില്ല, തീർത്ത് പറഞ്ഞു, ഞാൻ സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ആരാധിച്ചിട്ട് ഒച്ച അടച്ചു. അടുക്കളയിലോട്ട് കയറി ഒരു മൂർച്ചയുള്ള അരിവാളിനെടുത്തിട്ട് കഴുത്തെ വെച്ചിട്ട് ചോദിച്ചു, സത്യം പറയാൻ പറയും.
അന്നേരമാണ് കക്ഷിക്ക് റൂട്ട് പിടുത്തം കിട്ടുന്നത്. മാറ്റി പറയാൻ പറ്റുമോ? കണ്ണും കൂട്ടി പറഞ്ഞു, എന്നെ സ്നാനപ്പെട്ടു, സാമ്പാസ് എന്നെ സ്നാനപ്പെടുത്തി, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു, ആരാധിച്ചു കഴിഞ്ഞപ്പോൾ ഒച്ച അടച്ചതാണ്. കച്ചപുള്ളി കത്തി തിരിച്ചെടുത്ത്. ഇത്രയുള്ളൂ സാറേ, പറഞ്ഞേ ആമേൻ. പക്ഷെ സ്നാനപ്പെടുത്തി കഴിഞ്ഞപ്പോൾ മരണപര്യന്തം വിശ്വസ്തയായിരിക്കുന്ന നീയും ജീവന്റെ കിരീടം പ്രാപിക്കുമെന്ന് പറഞ്ഞു വിടുന്ന സമയത്ത് ഞാൻ ഒരു കാര്യം കൂടി സ്നാനക്കുളത്തിൽ വെച്ച് പറഞ്ഞു, 30 ദിവസത്തിനകം നിന്റെ ഭർത്താവിനെ ഇതേ വെള്ളത്തിൽ ഞാൻ മുക്കിയിരിക്കും. ഡിക്ലെയർ ചെയ്യാൻ എന്തെങ്കിലും മുടക്കുണ്ടോ നമുക്ക്? വായിലാണ് വഴിയിരിക്കുന്നത്. ചേർന്ന് പറയാമേ. 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ കക്ഷിക്ക് ഒരു ചെറിയ പനി ഭർത്താവിന്. നേരെ കൊണ്ടുപോയി ആശുപത്രിയിലേക്ക്. ആ സമയത്ത് ഈ ഡെങ്കുവിന്റെ ഫീവർ ഇങ്ങനെ വൈറസ് ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അവർ പറഞ്ഞ ഡെങ്കിപ്പനി അങ്ങ് കൂടി, രക്ഷയുണ്ടാവുകയില്ല. മെഡിക്കൽ കോളേജിൽ ഒരാഴ്ച കണ്ടിന്യൂസ് ട്രീറ്റ്മെന്റ്. അവസാനം ചലനശേഷി നഷ്ടപ്പെട്ടു. മരണത്തോടടുത്ത സമയത്ത് പിന്നെ അവർ പറഞ്ഞു, മരണം ഉറപ്പാണ്, എല്ലാവരെയും അറിയിക്കുക, വീട്ടിൽ കിടന്ന് മരിക്കണമെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകാം, ഇവിടെയാണെങ്കിൽ ഇവിടെ. അങ്ങനെ ബന്ധക്കാരുടെ നിർബന്ധത്തിൽ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ആ സഹോദരി ഭർത്താവിന്റെ കാതിൽ നിന്ന് ചെറുതായിട്ട് പറഞ്ഞു, പാസ്റ്ററിനെ ഒന്ന് വിളിക്കട്ടെ. നോ പറയാൻ പറ്റുമോ? ഇത് അവസാനത്തെ കച്ചിത്തിരുമ്പ തലകുലുക്കി കുത്തിക്കൊടുത്ത് വിളിച്ചോളാൻ പറഞ്ഞു. ഫോൺ എനിക്കാ വന്നത്. ഞാൻ ഇന്നെയാണോ വിളിക്കുന്നത്, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ എന്തായാലും കേരളത്തിലില്ല, മറ്റൊരു സ്ഥലത്താണ്. ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ആൾക്കാരെ വിടാം, എൻ്റെ അനുജനെ മറ്റൊരു പാസ്റ്ററിനെ കൂടി പറഞ്ഞു വിട്ടു. ഇവരാണ് ജന്മം ചെയ്താൽ പോകത്തില്ല. ഞാൻ പറഞ്ഞു, സാരമില്ല, ആള് വല വീണ് കഴിഞ്ഞു. ചെന്ന് കൈ വെച്ച് യേശുവിൻ നാമം പറഞ്ഞ് പ്രാർത്ഥിക്കുക, അത്ഭുതം നടക്കും. എൻ്റെ അനുജനെ മറ്റൊരു ദേവദാസനോട് ചെന്ന് അദ്ദേഹത്തിൻ്റെ ദേഹത്ത് കൈ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിറയ്ക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പം വിയർക്കാൻ തുടങ്ങി. ആമേൻ പറയുന്നതിന് മുമ്പ് ആള് സൗഖ്യമായി. ചാടി എഴുന്നിട്ട് ഭാര്യയോട് ചോദിച്ചു, എവിടെ നിങ്ങളൊരു ബൈബിൾ ഒപ്പിച്ചു തരണം. ഉടനെ പറഞ്ഞ്, ചേട്ടൻ കിടക്കുന്ന തലേണയുടെ അടിയിൽ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. 30 ദിവസം കഴിയുന്നതിന് മുമ്പ് ആളെ ഈ കൈ സ്നാനപ്പെടുത്തിയത്, അതേ സ്നാനപ്പെടുത്തി. ഞാൻ കൈമാറുകയാ. ദേശത്തിന്റെ കെട്ടുപൊട്ടിക്കാൻ അധികാരമുള്ള ദൈവസഭ ഇന്ന് രാത്രി അടങ്ങിയിരിക്കരുത്. പ്രസംഗത്തിന്റെ മേഖല അറിയാനല്ല നീ വന്നേ. ഇന്ന് രാത്രി സുവാർത്ത ദൈവസഭയുടെ കാഹളമൂതി നിന്നെ വിളിച്ചത് അടൂർ ദേശത്തിന്റെ അടിത്തറയിളക്കാൻ അധികാരമുള്ളത് കൊണ്ട്. അതുകൊണ്ട് വായടച്ചിരിക്കരുത്, വായി തുറന്ന് വിടുവിക്കപ്പെടാനുള്ള ചിലതിന് വേണ്ടി ആത്മാവിൽ സ്തോത്രത്തിയട്ടെ. കാട്ടുമരത്തിന്റെ അറ്റത്ത് കയറ് കെട്ടി കാട്ടുമരം വലിച്ചു നോക്കി പാറയിൽ വെട്ടിയ വിള്ളലിരിക്ക കാട്ടുമരം എടുത്തിട്ടപ്പോൾ ആ ഭൂമിയിൽ ഒന്ന് ആടി ആടി ഉലഞ്ഞു. ആ ശരീരം താഴെ വീണു പോകുമെന്നൊരു ചിന്ത തോന്നും, പക്ഷേ ഇല്ല, പോകത്തില്ല. അത് രക്ഷണീയ പ്രവൃത്തിയുടെ പൂർത്തീകരണത്തിന്റെ സമാപന സമയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കാൽവറിയുടെ കൊലക്കളത്തിൽ യേശു ഇരു കള്ളന്മാരുടെ നടുവിൽ തൂങ്ങിക്കിടക്കുകയാണ്. ഈ സമയം അവൻ നീളക്കുപ്പായും നീല നിലയുകയും നടക്കെട്ടും അരക്കെട്ടുമൊക്കെ കെട്ടി യഹോവയ്ക്ക് വിശുദ്ധമെന്നുള്ള നെറ്റിപ്പട്ടവും കെട്ടി മാർപ്പതക്കവും ഏഫോദുമൊക്കെ ധരിച്ച് 2 ചുമൽക്കണ്ടങ്ങളിൽ 6 ഗോമേതക കല്ലുമൊക്കെ കൊത്തി ആ കല്ലിൽ രൂബൻ, ശിമിയോൻ, ലേവി, യഹൂദ, ഇശഖാർ, ശെബൂലൂൻ, ദാൻ, നഫ്താലി, ഗാദ്, ആശേർ, ജോസഫ്, ബെന്യാമീൻ 12 ഗോത്രപിതാക്കന്മാരുടെ പേരുമൊക്കെ കൊത്തി ആ കുപ്പായത്തിന്റെ താഴെ മാതളപ്പഴങ്ങളും പൊന്മണികളും കെട്ടിത്തൂക്കിയിട്ട് ആ കയ്യിൽ നറുപശ, ഗുൽഗുലും, ഹൽബാനപ്പശ, നിർമ്മല സാമ്പ്രാണിയും ഉപ്പും കൂടി ചേർത്തുണ്ടാക്കിയ സുഗന്ധവർഗവുമായി ഹോളി പ്ലേസിന്റെ അകത്ത് നിന്ന് ധൂപം കാട്ടുന്ന 2 അച്ചാച്ചന്മാർ കുപ്പായം ഇട്ട് അവിടെ വന്നിട്ടുണ്ട്. ഒരുത്തന്റെ പേര് ഹന്നാവ്, മറ്റൊരുത്തന്റെ പേര് കയ്യഫ. ഇവരുടെ എല്ലാം മുമ്പിൽ വെച്ച് തുടങ്ങുകയാണ് യേശു കർത്താവ് ആരംഭത്തിലെ വാക്ക്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നലെന്ന് അറിയായികയാണ്, ഇവരോട്. എന്റെ ഭാഗം ആ ശബ്ദത്തിന്റെ മുമ്പിൽ ഈ അന്ധകടാഹം പ്രകമ്പനം കൊണ്ട് കാണാം. കാര്യം ക്ഷമ പഠിപ്പിച്ച ഒരേ ഒരു നാമം, ക്ഷമിച്ചു തന്ന ഒരേ ഒരു നാമം. ഇന്ന് രാത്രി ഞാൻ ഇവിടെ പ്രസംഗിക്കുമ്പോൾ 100% പരിശുദ്ധനായത് കൊണ്ടല്ല, എന്റെ തെറ്റ് എന്നോട് ക്ഷമിച്ചത് കൊണ്ടാണ്. ഇന്ന് രാത്രി ഞാൻ ഇന്നിവിടെ നിന്ന് സ്തോത്രം ചെയ്യുന്നത്. ക്ഷമിച്ചു കിട്ടിയ ദൈവമക്കൾ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ അവർക്ക് സ്തോത്രം ചെയ്യാതിരിക്കാൻ കഴിയില്ല. മനുഷ്യൻ പൊറുക്കാത്ത പാപം, മനുഷ്യൻ ക്ഷമിക്കാത്തതും ക്ഷമിച്ചു തന്ന ഉടയവന് നന്ദി പറയാൻ തയ്യാറാകട്ടെ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില സഭകളിൽ
നമ്മൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെല്ലുമ്പോൾ, ഞാനും സഭാ ശുശ്രൂഷകനാണ്, കഴിഞ്ഞ 22 വർഷമായി ഞാനും സഭാ ശുശ്രൂഷകനായി കർത്താവിനെ സേവിക്കുന്ന ഒരു എളിയ ദൈവദാസനാണ്. ചില സഹോദരന്മാർ സഹോദരിമാർ ആരാധന തുടങ്ങിയാൽ നിർത്തുകയില്ല. കാര്യം നിർത്താതെ അങ്ങ് ആരാധിക്കുകയാണ് നല്ലത്. ചിലരാണ് അലറി വിളിച്ച് ഹല്ലേലൂയ ഉറക്കെ പറയുമ്പോൾ അടുത്തിരിക്കുന്ന ആളൊന്ന് നോക്കുക, ആരാണ് ഇത്രയും നന്നായിട്ടൊക്കെ പറയുന്നത്? ഇവിടെ പിന്നെ രോഗമില്ലെന്ന് എനിക്ക് തോന്നുന്നു, ആരും നോക്കുന്നതായിട്ട് കാണുന്നില്ല. പറഞ്ഞേ ആമേ. നല്ല രുചിന് ഉറക്കെയെന്ന് പറ. യേശു കർത്താവിനെ ഒരിക്കൽ ഒറ്റയ്ക്ക് മുത്താടത്തിന് വിളിച്ചൊരു പുള്ളിയുണ്ട്. പുള്ളി മാത്രമേ ഉള്ളൂ ഒറ്റയ്ക്ക് വിളിച്ചിട്ടുള്ള കഴിക്കാൻ. ബാക്കി എല്ലാ പുള്ളിയും 13 ഇല വെട്ടാൻ പറ്റിയെങ്കിലേ വിളിക്കും. മനസ്സിലായില്ല? കാര്യം എന്താ? 12 പേരുടെ എക്സ്ട്രാ എന്ത് ചെയ്യുന്നുണ്ട്? ലാസറിന്റെ വീട്ടിൽ 13 ഇലയ്ക്കുള്ള വകുപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പുള്ളിയെ പിന്നെ എന്ത് ചെയ്തേ? ഒരു ഗുണവും ഇല്ല, പോട്ടെന്ന് വെക്കണം, ഒരു റീത്തൂടെ മേലോട്ട് വെക്കണം. പറഞ്ഞ ഗുണമുണ്ടോ? തബീതയ്ക്ക് ഗുണമുണ്ടോ? തിരിച്ചെടുക്കും. സഭയ്ക്ക് ഗുണമുള്ളവർ നിൽക്കട്ടെ. ഉദ്ധാനത്തിന് വിളിച്ച സമയത്ത് യേശു കർത്താവ് ആ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞ് നാട്ടിലേക്കും ഏറ്റവും വലിയ പാപിനിയായ സ്ത്രീ യേശു കർത്താവിന്റെ അടുക്കിലേക്ക് ഓടിയെത്തി കാൽക്കൽ വീണ് അലറി കരഞ്ഞുകൊണ്ട് അവൾ കാൽക്കൽ ഇരിക്കുന്ന സമയത്ത് ആ മുത്താടത്തിന് വിളിച്ച ശിമയോൻ എന്ന് പറയുന്ന മനുഷ്യൻ അകത്ത് ഞെരുങ്ങാൻ തുടങ്ങി, പിറുപിറുക്കാൻ തുടങ്ങി. അയ്യയ്യോ, ഒരു പ്രോഫറ്റാന്നോർത്താണ് ഞാൻ ഭക്ഷണത്തിന് വിളിച്ചത്. ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം പ്രോഫസി ചോദിക്കാൻ വേണ്ടി ഈ ആളെ വിളിച്ചു വരുത്തി. ആള് പ്രോഫറ്റല്ല, പ്രവാചകനല്ല. കാര്യം പാപിനിയായ ഒരു സ്ത്രീ കാൽക്കൽ വന്നിരിക്കുമ്പോൾ നായ തട്ടിത്തെറിപ്പിക്കുന്ന പോലെ അവളെ തട്ടിത്തെറിപ്പിക്കേണ്ടതിന് പകരം അവിടെ കണ്ണുനീര് കണ്ടുകൊണ്ട് ആശ്വസിപ്പിക്കുന്ന യേശു പ്രവാചകനല്ല. ഇവൻ മനസ്സിൽ ചിന്തിച്ചത് യേശു ആത്മാവിലറിഞ്ഞു. ശിമയോനെ വിളിച്ച് നീ വരാൻ പറഞ്ഞു. വന്നിട്ട് പറഞ്ഞു, ശിമയോനെ, ഞാനൊരു കാര്യം നിനക്ക് കൈമാറുകയാണ്. നീ ഇത് രണ്ടും കേട്ടിട്ട് എനിക്ക് ആൻസർ ചെയ്യണം. പറഞ്ഞാട്ടെ ഗുരു, ഈ പുള്ളിക്ക് ഒട്ടും ഇഷ്ടമില്ല യേശു കർത്താവിനി ഒരു 5 മിനിറ്റ് തികച്ചുകൂടി ഇരിക്കുന്നത്. യേശു ചോദിച്ചു, കടം കൊടുക്കുന്ന ഒരു കടക്കാരന് 2 കടക്കാരുണ്ടായിരുന്നു, യജമാനന് 2 കടക്കാരുണ്ടായിരുന്നു. ഒരുവൻ 50 വെള്ളിക്കാശും കൊടുത്തു, വേറൊരുവൻ 500 വെള്ളിക്കാശും കൊടുത്തു. 2 പേർക്കും വീട്ടുവാൻ വകയില്ലാതെ വന്നു. ശിമയോൻ വെച്ചു, ആഹാ, 2 പേർക്കും വീട്ടാൻ വകയില്ലായിരുന്നു. എന്നിട്ട് യജമാനൻ എന്ത് ചെയ്തു? യജമാൻ 2 പേരെയും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ കടം എനിക്ക് തന്നു വീട്ടണ്ട, 2 പേരോടും ഞാൻ ഇളച്ചു തന്നിരിക്കുകയാണ്. ഉടനെ ശിമോൻ, കൊള്ളാം, നല്ല യജമാനൻ, നല്ല യജമാനൻ. അല്ല ശിമോനെ, യജമാനൻ നല്ലതാണോ ഇല്ലയോ എന്നുള്ളതല്ല എന്റെ ചോദ്യം. ഇതാണ്, ഈ 2 പേരിൽ ആരായിരിക്കും യജമാനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്? ഗുരു, അതൊരു ചോദ്യമല്ല. കാര്യം അതൊരു സിമ്പിൾ ആണ്. അതിന്റെ ആൻസർ ഒക്കെ വളരെ സിമ്പിൾ ആണ്. 500 വെള്ളിക്കാശ് ഇളച്ചു കിട്ടിയ വ്യക്തിയല്ലേ കൂടുതൽ സ്നേഹിക്കുന്നത്? അതേ ശിമോനെ, നിനക്ക് 50, ഇവക്ക് 500. ഈ 500ന്റെ ആമേൻ പവറുള്ളതാണ്. 500 അടച്ചു കിട്ടിയവൻ കൈയടിച്ചു തുടങ്ങിയാൽ അതിൻ്റെ അകത്ത് തന്നെ ഒരു അഭിഷേകമുണ്ട്. അല്പം വല്ലതൊക്കെ ആണെങ്കിൽ സൂപ്പർവൈസിങ് പരിപാടിയെ ഞാൻ കുറെ ആരാധിച്ചത്, ഇനി ഇവരൊക്കെ ആരാധിക്കട്ടെ. പാവങ്ങൾക്ക് പറഞ്ഞ പണിയാ ഇതല്ല സാറേ, ഇളച്ചു കിട്ടിയവന് പറഞ്ഞ പണിയാ ആരാധന. കരം സന്തോഷത്തോടെ ഒന്ന് ചേർത്തടിച്ച് ഇളച്ചു തന്ന യജമാനൊരാവേ, ക്ഷണിച്ചു തന്നവരാവേ. ഞങ്ങളുടെ സഭയിൽ വന്ന ഒരു 38 കേസുകൾ സ്റ്റേഷനിലുള്ള ഒരു കക്ഷിയുണ്ട്. അവന്റെ മുഖവും ശരീരവും എല്ലാം വെട്ടും കുത്തും പാടുകളും മാത്രമേ ഉള്ളൂ. ഇവൻ വന്നു, ഞങ്ങളുടെ കയ്യിൽ വന്ന് പെട്ടു. ഇവനെ കിടന്നറയാക്കി ഞങ്ങൾ സ്നാനപ്പെടുത്തുകയാണ്. സ്നാനപ്പെടുത്തുന്ന സമയം വെള്ളത്തിൽ ഇവൻ അലറി കരയുകയാണ്. കാര്യം ഇത്രയും വർഷം എത്ര എണ്ണത്തിനെതിരെ പകരം വീട്ടി നടന്ന ഒരു സംഘത്തിലെ ഒരു മനുഷ്യൻ, ഒത്തിരി പോലീസ് സ്റ്റേഷനിൽ കിടന്നൊരു മനുഷ്യൻ. ഈ സ്നാനം നടക്കുന്ന സമയത്ത് പലരും ഇദ്ദേഹത്തെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന സമയം സ്നാനം കഴിഞ്ഞിട്ട് ആദ്യം ഇദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ തന്നെ ഞാൻ സ്റ്റേഷനിൽ പോയി കീഴടങ്ങുകയാണ്. കാരണം യേശുവിന്റെ അകത്ത് വന്നു, ഞാൻ തെറ്റ് ചെയ്തവനാണ്, എനിക്ക് നേരിട്ട് അവിടെ ചെല്ലണം. എനിക്ക് നോ പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം നീതിയുടെ ഭാഗത്തെ ദൈവം നിൽക്കുകയുള്ളൂ. ഇവൻ വീട്ടിൽ ചെന്നു ടെലിഫോൺ എടുത്ത് SIയെ വിളിച്ചു, സാറേ ഞാൻ ഇന്നയാളാ വിളിക്കുന്നത്. SI പറഞ്ഞു, നീയോ? അതെ സാറേ, ഞാൻ വീട്ടിലുണ്ട്, ഞാൻ അങ്ങോട്ട് വരണോ? സാർ ഇങ്ങോട്ട് വരണം. നീ ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ ഇന്ന് സ്നാനപ്പെട്ടു സാറേ, ഞാൻ യേശുവിന്റെ പയ്യനാ, ഞാൻ വേണേ അങ്ങോട്ട് വരാം. അമ്മ പുള്ളി പറഞ്ഞു, നീ അവിടെ നിൽക്കി, ഞങ്ങൾ അങ്ങോട്ട് വരാം. കാര്യം ഇവനെ പിടിച്ചതിന്റെ ഒരു ക്രെഡിറ്റ് ഉണ്ടല്ലോ. ഒരു സംഘം ആൾക്കാർ അവിടെ ചെന്നപ്പം ബൈബിളും കയ്യിലെടുത്തുകൊണ്ട് ഇവൻ ഇറങ്ങി വരിക, സാറേ ഞാനാണ്. ഉടനെ പോലീസുകാർ ചാടി വീഴുമ്പോൾ SI പറഞ്ഞു, ഒരൊറ്റ ചീത്ത പോലും അവനെ വിളിച്ചേക്കരുത്. അവനെ കൊണ്ടുചെന്ന് അവന്റെ കേസിൽ നിന്ന് അവനെ ഇളവ് കൊടുത്ത് ഇന്ന് അവൻ കേരളത്തിലെ ഒരു പാസ്റ്ററാണ്. ഏത് പാപത്തെയും ക്ഷമിക്കുന്ന ഏക കുഞ്ഞാണ് യേശുവാണെന്ന് ഉറപ്പുള്ളവർ എത്ര പേര് ഇതിന്റെ അകത്തുണ്ട്?
കുടുംബങ്ങൾക്കകത്ത് കുടിപ്പക വെച്ചുകൊണ്ടിരിക്കുന്ന എത്ര എണ്ണം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? കുടുംബങ്ങൾക്കകത്ത് കുടിപ്പക വെച്ചുകൊണ്ടിരിക്കുന്ന ശാപമുള്ള വീടുകളോടല്ല ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റി ക്ഷമിക്കാൻ പഠിപ്പിച്ച നാഥൻ നസറായന്റെ നാമത്തെ ഇന്ന് രാത്രി ആ കരം ഉയർത്തി പിടിച്ചുകൊണ്ട് ഉയർത്തിക്കേ. ഇങ്ങനെ ക്ഷമ പഠിപ്പിച്ച ഒരു ദൈവത്തെ ഒന്ന് ഉയർത്തിക്കേ. ആ കരം ഉയർത്തി നമ്മുടെ കർത്താവിന്റെ ആ ക്ഷമയുടെ മേഖല ഞാൻ ഒന്നുകൂടെ കൈമാറാം. യേശു കർത്താവ് 3-ാം ദിവസം അതിശക്തിയോടെ ഉയർത്തെഴുന്നേറ്റു. വിശ്വസിക്കുന്നവരൊന്ന് ആമേൻ പറയാമോ? ഓക്കെ, ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് ഈ മെസ്സേജ് വ്യർത്ഥമല്ല. യേശു ഉയർത്തെഴുന്നേറ്റതുകൊണ്ടാണ് ഇന്ന് ഇത്രയും ഓജസ്സും തേജസ്സും നമുക്ക് വന്നത്. യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യേശു കർത്താവ് മറിയയ്ക്ക് പ്രത്യക്ഷനായി. ശിഷ്യന്മാർ കഥകടച്ചിരിക്കുന്നു, അവർക്ക് പ്രത്യക്ഷനായി. തോമസിന് യേശു പ്രത്യക്ഷനായി. പിന്നെ കടൽക്കരയിൽ യേശു പ്രത്യക്ഷനായി. എന്താണ് യേശു നേരെ പീലാത്തോസിന് പ്രത്യക്ഷപ്പെടാൻ പോകാൻ? എന്നെ ആരെങ്കിലും ഉപദ്രവിച്ചെന്ന് വിചാരിക്കുക. എന്റെ ഒരു സ്നേഹിതൻ, ഞങ്ങൾ വർഷങ്ങളായി പരിചയമുള്ളവരാ. എനിക്കെതിരെ ശരിക്ക് സംസാരിച്ചൊരു മനുഷ്യനാണെന്ന് വിചാരിക്കുക. അദ്ദേഹം സംസാരിച്ചിട്ടില്ല. ദയവ് ചെയ്ത് ഒറ്റരുത്. എന്റെ മാന്യതയുടെ സമയം വരുമ്പോൾ എന്റെ കാർ ഓടിച്ച് ഞാൻ അദ്ദേഹത്തിന് വീട്ടിൽ ചെന്ന ചിന്താത്തിട്ട് ഹലോ ജോസ് മാനിച്ചു കേട്ടോ ദൈവം. ഇതാണ് മനുഷ്യ മനസ്സ്. പക്ഷേ യേശു അങ്ങനല്ല. അവനെ ക്രൂശിച്ചവരുടെ മുമ്പിൽ അവൻ പ്രത്യക്ഷപ്പെടാൻ പോയില്ല. അവന്റെ മനോഭാവമുള്ളവർക്കായി സ്തോത്രം. ക്രിസ്തുവിന്റെ മനസ്സുള്ള ദൈവമക്കൾ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചത് സ്തോത്രം പറയാമോ? ക്ഷമ സൗഖ്യത്തിന്റെ എൻട്രൻസ്. ക്ഷമിച്ചു തുടങ്ങിയാൽ അത്ഭുതം നടന്നിരിക്കും. അവർക്ക് സന്തോഷമായി. എന്റെ പൊന്നു പാസ്റ്റർ, ഞാനും വീട്ടിൽ ഇത് തന്നെ അവളോട് പറയുന്നത്, ക്ഷമിക്കുക. പക്ഷെ പറയുന്നത് ഇങ്ങനെ ഇതുവരെ ക്ഷമിച്ചിട്ടില്ല. എപ്പോഴും ശ്രദ്ധിച്ച് ഏത് വീട്ടിൽ ഒരാൾ തന്നെ ക്ഷമിച്ചു കൊടുക്കണമെന്ന് എല്ലാവരും പറയുന്നത്. അമ്മായിമ്മ പോലും പറയുന്നത് എന്താ, നിന്റെ കുഴപ്പമാടി, നീ ആദ്യം ക്ഷമിക്കും. എല്ലാവരും കൂടെ കുതിര കയറി പുള്ളി ഇപ്പം പ്രാർത്ഥിക്കുക, നീ ഒന്ന് വരുമോ ഇല്ല എന്നെ അങ്ങോട്ട് എടുക്കുകയോ ചെയ്യണം. ഒരാൾ തന്നെ ക്ഷമിക്കുന്ന വീട് അധികം ദൂരം പോകത്തില്ല. മനസ്സിലായോ? എപ്പോഴും ഒരാൾ തന്നെ ക്ഷമിച്ചിരുന്നാൽ ആ വ്യക്തിക്ക് അടിമയാണെന്നൊരു ചിന്ത വരും. ചിന്ത വന്നു പോയോ, ശരീരം കൊണ്ട് അടുത്താണെങ്കിലും മനസ്സുകൊണ്ട് അങ്ങ് അകലായിരിക്കും. മനസ്സുകൊണ്ട് അകലെയാണെങ്കിൽ ജീവിതം ആർട്ടിഫിഷ്യൽ ആസാണ്. ഒറിജിനൽ ലൈഫ് എന്തെന്ന് അറിയുന്നവർക്കാണ് ഇഷ്ടം. ഇന്ന് രാത്രി ഞാൻ ഈ സന്ദേശം പ്രസംഗിക്കുമ്പോൾ കുടിപ്പക പോലെ അകത്തിരിക്കുന്ന ആ വേദനയുണ്ടല്ലോ, ഇന്ന് രാത്രി സൗഖ്യമായ മതിയാകും. ഒരു നിമിഷം അന്യഭാഷകളിലൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. നിനക്കെതിരെ വൈരാഗ്യത്തോടെ നിന്നവരുണ്ട്, പക തീർക്കാൻ നിന്നവരുണ്ട്, ക്ഷമിക്കാൻ മനസ്സുള്ളവർ ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്ന് സ്തോത്രം ചെയ്യണം. എനിക്കറിയാം, ഞാൻ 7 വർഷമാകുന്നു പാമ്പാടിയിൽ ചർച്ച തുടങ്ങിയിട്ട്. പാമ്പാടിയിൽ വന്ന് വേല ആരംഭിക്കാനുള്ള ഹേതുവായി തീർന്ന് പാസ്റ്റർ സാമച്ചൻ പുനലൂർ പറഞ്ഞ ഒരു ദൈവശബ്ദത്തിന് ആമേൻ പറയാതിരിക്കാൻ പറ്റാതെ വന്നു. അങ്ങനെ വന്ന് പാമ്പാടിയിൽ പെട്ടതാണ്. വന്നു ആമേൻ ആരംഭം കുറിക്കുവാൻ വേണ്ടി വളരെ വ്യഗ്രതയോടെ ഉപവസിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങി. ആദ്യം ഒരു 7-8 പേരെയൊക്കെ സഭയിൽ കത്താൻ കൊണ്ടുവന്ന്, ആദ്യം ഒരു അമ്മച്ചയെ കൊണ്ടുവന്ന്, പിന്നെ 2 പേരെ കൊണ്ടുവന്ന്, പിന്നെ 4 പേരെ കൊണ്ടുവന്ന്, ഇങ്ങനെ സഭ 1, 2, 3, 4 എന്ന് പറഞ്ഞ് വളരുന്ന സമയം പെറുക്കി എടുത്ത 12ഓളം പേര് സഭയിൽ കാണും. ഞാൻ 12 മണിക്കൂർ പ്രൈസ് ആൻഡ് വർഷിപ്പ്, പേര് ജയോത്സവം എന്ന പേരിൽ ഒരു 5-6 ഫ്ലക്സും ഒക്കെ അന്നേരത്തെ സ്റ്റൈലിൽ അടുപ്പിച്ച്, ഒരെണ്ണം പാമ്പാടി ടൗണിൽ, ഒരെണ്ണം കാളച്ചന്ത, പിന്നെ മണർകാട്, ആലാമ്പള്ളി, ഇങ്ങനെ കൊണ്ട് വെച്ച് 12 hours മീറ്റിംഗ് ഡിക്ലെയർ ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ എല്ലാ ഫ്ലക്സിന്റെ അടുക്കൽ സെയിം ഫ്ലക്സ് പൊങ്ങിയിരിക്കുന്നു, ജയോത്സവം 12 മണിക്കൂർ. ഒരു ജയോത്സവം അതിന്റെ പ്ലസ് അടുത്ത ജയോത്സവം ഡബിൾ പോർഷൻ. ഞാൻ എൻ്റെ സമയം ചെറുപ്പക്കാരോട്, സഹോദരന്മാരോട് പറഞ്ഞു, പെട്ടെന്ന് നമ്മുടെ ഫ്ലക്സ് തിരിച്ചെടുക്കണം. അവർ പറഞ്ഞു, പാസ്റ്റർ അത് വേണ്ട, നമ്മൾ ആദ്യം വെച്ച് ഇപ്പൊ എടുത്താൽ നമ്മുടെ കൂടെ കർത്താവ് നിൽക്കും. കൃപയാൽ 7 വർഷം പിന്നിടുമ്പോൾ ധാരാളം ആത്മാക്കളെ ദൈവം ഞങ്ങൾക്ക് പാമ്പാടി ഇന്ന് ഞങ്ങൾ ഇതുപോലെ വിശാലമായ ഒരു ഹോൾ എടുത്ത് ദൈവത്തെ ഞങ്ങൾ ടൗണിൽ ആരാധിച്ചുകൊണ്ടിരിക്കുക. അന്ന് വെച്ച പുള്ളി ഞെരുങ്ങിക്കൊണ്ടായി ഇപ്പൊ പോകുന്ന കാര്യം എന്തെന്നറിയാമോ? മത്സരം സഭയ്ക്കുള്ളതല്ല, ക്ഷമിക്കുക എന്നുള്ളത് യേശു പഠിപ്പിച്ചൊരു പാഠമാകയാൽ
എത്ര പേർ അതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും? എന്നോട് ചേർന്ന വിശുദ്ധ കരം സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവിനോട് വന്ന് 1 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, എൻ്റെ മനസ്സിനെ ഞാൻ ഇന്ന് റീസെറ്റ് ചെയ്യുകയാണ്. എനിക്ക് ക്ഷമിക്കാൻ കഴിയാതിരുന്ന ചില ഏറിയകളെ ഇന്ന് രാത്രി എൻ്റെ കർത്താവിൻ്റെ കയ്യിലേക്ക് ഞാൻ തരികയാണ്. ഞാൻ ഇന്ന് രാത്രി എൻ്റെ കരം ഉയർത്തിപ്പിടിച്ച് ആ മേഖലയെ എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ കരം ഉയർന്നിരിപ്പുണ്ട്. മനസ്സ് തുറന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ജനം തിരിച്ചു വീട്ടിലെത്തുമ്പോൾ അവരുടെ മനസ്സിന്റെ ദൈവപ്രവൃത്തി എന്ന വണ്ണ് കൺമുമ്പിൽ കാണത്തക്കവണ്ണ് ഒരു നിന്ന മാന്യതയായത് കാണത്തക്കവണ്ണ് ഞങ്ങൾ ഒരുമിച്ച് കരമുയർത്തി സ്തോത്രം ചെയ്യുന്നു. വിശ്വസിക്കുന്നവരെ കരമടിച്ച് ദൈവത്തിന് ഈ രാത്രി നന്ദി പറയട്ടെ. ക്ഷമിക്കുക. ഞാൻ വായിച്ച വാക്യം ക്രൂശിൽ പറഞ്ഞ 5ാമത്തെ മൊഴിയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് 1ാമത്തെ മൊഴിയാണ്. 2ാമത്തെ മൊഴി, ഇരുകള്ളന്മാർ യേശു കർത്താവിന്റെ ക്രൂശിന് അപ്പുറവും ഇപ്പുറവും കിടപ്പുണ്ട്. ലൂക്കോസ് പറയുന്നു, ഇരുവരും യേശുവിനെ നിന്ദിച്ചു. ഒരുത്തന്റെ ഭാഗം, നീ ദൈവപുത്രനെങ്കിൽ അത് നിന്നെ രക്ഷിക്കും, എന്നിട്ട് ഞങ്ങളെ കൂടി എന്ത് ചെയ്യണം? ഞങ്ങളെ കൂടി എന്നുള്ള പ്രാർത്ഥന തമ്പുരാൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. എന്താ വേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ കൂട്ടുകിടപാട് അത് പറ്റിയില്ല. മറ്റേ പുള്ളി പ്രാർത്ഥിച്ച എങ്ങനെ? നീ രാജത്വം പ്രാപിച്ചു വരുമ്പോ ഞങ്ങളെ കൂടി ഓർക്കണം എന്നാണോ? പിന്നെ രക്ഷ വ്യക്തിപരമാണെന്ന് അറിയുന്നവർക്കായി സ്തോത്രം. പലരും കണ്ടുപിടിച്ചിരുന്ന സൂത്രവാക്യമാണോ? എന്റെ പാസ്റ്റേ, അവള് കാരണം എനിക്ക് ആ പുള്ളി കാണണം, എനിക്ക് ആത്മീയത്തിന് അങ്ങോട്ട് ഉയരാൻ. നിന്റെ ആത്മീയം വല്ലവരുടെ കയ്യിലായിരിക്കും. നിന്റെ ആത്മീയം വല്ലവരുടെ കയ്യിലാണെങ്കിൽ നിന്റെ ഭൗതികം വല്ലവരുടെ കയ്യിലായിരിക്കും. ആർക്കും നിന്നെ ആത്മീയത്തിൽ നിന്ന് പുറകോട്ട് വലിക്കാൻ പറ്റില്ല. നീ പുറകോട്ട് പോയാലേ മറ്റുള്ളവർക്ക് വലിക്കാൻ പറ്റൂ. നീ സ്ട്രോങ് ആയിട്ട് നിന്നാൽ ആർക്കും നിന്നെ തടുക്കാൻ കഴിയില്ല. ചേർത്ത് പറയൂ, ആമേൻ. ഞങ്ങളെയും കൂടി പിടിപ്പിക്കണമേ. വേണ്ട, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നേരത്തെ കർത്താവിന്റെ ദാസൻ പാടി, പേർ വിളിക്കും നേരം കാണും എൻ പേരും. അവിടെ ചെല്ലുമ്പോൾ കൂട്ടായിട്ടാണ് പേര് വിളിക്കുന്നത്. സാൻ ജോസഫ് ഫാമിലി ആയിട്ട് എന്നാണ് വിളിക്കുന്നത്. ഒറ്റയ്ക്ക് അവന്റെ മുമ്പിൽ നിൽക്കണം. പറയൂ അമ്മേ. കണക്ക് കൊടുക്കുന്നത് വ്യക്തിപരമെങ്കിൽ രക്ഷയും വ്യക്തിപരമാ. പപ്പ ഞങ്ങളെ വളർത്തിയെടുത്തത് എത്ര ആത്മാർത്ഥമായിട്ടാണ് അറിയാമോ? അതുകൊണ്ട് പപ്പയുള്ള സമയത്ത് ഞങ്ങൾ സ്നാനപ്പെട്ട് ഇങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പപ്പ മരിക്കുന്ന 107 പിന്നെ സ്നാനപ്പെട്ട് ഇങ്ങനെ വന്നിട്ട് എന്താ ഗുണം? എന്താ മിണ്ടാത്ത? ആരെങ്കിലും ഉയരോടെ ഇരിക്കുന്നുണ്ടോ ചാകുന്നുണ്ടോ എന്നുള്ളതൊന്നും നിന്റെ രക്ഷയ്ക്കും സ്നാനത്തിനും നിദാനമല്ല. എന്ന് നിനക്ക് പാപബോധം വരും, അന്ന് നിന്റെ സുപ്രസാദ കാലമാണ്. ഇത് കേട്ടിട്ട് അപ്പുറം കിടന്ന കള്ളൻ, വർഷം എനിക്കറിയില്ല, ചിലർക്ക് വർഷം കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഞാനായിട്ടൊന്നും പറയുന്നില്ല. വർഷമല്ല വിഷയം, അനുതാപമാണ് വിഷയം. അവരവിടെ കിടന്ന് വിളിച്ച്, ഗുരു നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടി ഓർക്കണം. ഇവനുള്ള മറുപടിയാണ് 2ാമത്തെ മൊഴി, ഇന്ന് നീ എന്റെ കൂടെ. ഞാൻ ചോദിക്കട്ടെ, ഇത്ര കള്ളത്തരൊക്കെ കാണിച്ച് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടക്കുന്ന ഈ പുള്ളി യേശു രാജാവാണെന്ന് അറിയായിരുന്നു. ഇത്ര അറിവുണ്ടായിട്ടാണോ നീ കള്ളത്തരമെല്ലാം കാണിച്ചത്? പുള്ളി തിരിച്ചു ചോദിക്കും, ആ കള്ളത്തരം കാണിക്കുന്നവർക്കെല്ലാം അറിവുള്ളവരാ. അറിയാതെ ഇതെല്ലാം ചെയ്തേ, അറിഞ്ഞിട്ട് തന്നെ ചെയ്തേ. എനിക്കൊരു ചോദ്യം, ഇവൻ രാജാവാണെന്ന് ഈ കക്ഷി എങ്ങനെ മനസ്സിലാക്കി? ബൈബിൾ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തോ അതോ വിശ്വാസം കിട്ടി ജനിച്ചോ? എന്തോ ഇടപാടിൽ ഇവൻ യേശു രാജാവാണെന്ന് അറിഞ്ഞിട്ടുണ്ട്. പോട്ടെ, അവനെ വിട്. ഇവൻ രാജാവായി വരുമെന്ന് ഉറപ്പിച്ചവർ എത്ര പേർ ഇതിന്റെ അകത്തുണ്ട്?
ബസ്സിൽ കയറുമ്പോഴെങ്കിലും കമ്പിയെ പിടിക്കാൻ കൈ മേലോട്ട് ഉയർത്തി നാട്ടുകാരുടെ മുമ്പിൽ വെച്ച്, എങ്കിൽ വിശുദ്ധന്മാരുടെ മുമ്പിൽ വെച്ച് ആ രാജാവിനെ എതിരേൽക്കുന്നത് ഇങ്ങനല്ലല്ലോ. ആ വലങ്കരം ഉയർത്തിപ്പിടിച്ച് ആ കിങ് ഓഫ് കിങ്സ് ആൻഡ് ലോർഡ് ഓഫ് ലോർഡ്സ്, രാജാധി രാജാവും കർത്താധി കർത്താവുമായവര് സന്തോഷത്തോടെ ഹല്ലേലൂയ പാടുക. യേശു കർത്താവിനെ പിടിച്ച് വിസ്തരിക്കുന്ന സമയത്ത് ഇവരും പിടിക്കപ്പെട്ടിട്ടുണ്ട്. രാജത്വ സംബന്ധമായ ചോദ്യം പീലാത്തോസ് യേശുവിനോട് ചോദിക്കുന്നുണ്ട്. ചോദ്യമൊന്നും രഹസ്യമല്ല, ചോദ്യമല്ല, പരസ്യമാണ്. 5 കോടതിയാണ് ചോദിക്കുന്നത്. 4 കോടതിയോടും ആൻസർ വളരെ ക്ലിയർ ആണ്. ഒറ്റ കോടതിയോട് മാത്രമേ ഉള്ളൂ വൈക്ലഭ്യമുള്ളൂ യേശുവിന് ആൻസർ ചെയ്യാൻ. കാര്യം ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. പേര് ഹെരോദാവ്, പണ്ട് കുറുക്കനെന്നാ വിളിച്ച്, കുറുക്കനെന്ന് വിളിക്കുന്നതിന് മുമ്പ് വായടക്കിയാണ് നല്ലത്. പട്ടാപ്പകൽ പാപത്തിൽ കൈകഴുകുന്ന നീയാണോ പരിശുദ്ധനെ വിസ്തരിക്കുന്നത്? അതുകൊണ്ട് ഹെരോദാവിന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ മാത്രം യേശുവിന് ആൻസർ ചെയ്യുവാൻ ബുദ്ധിമുട്ടുള്ള കാര്യം അവന് ചോദിക്കാനുള്ള യോഗ്യതയില്ല. സഹോദരങ്ങളെ, ക്വാളിഫിക്കേഷനേക്കാൾ വലുതാ ക്വാളിറ്റി എന്നറിയുന്നവർക്കായി സ്തോത്രം. വിദ്യാഭ്യാസത്തെക്കാൾ വലുതാ യോഗ്യത എന്നറിയുന്ന ദൈവമക്കൾ കരമുയർത്തിയവൻ ആമേൻ പറ. എന്താ രാജ്യത്തെ സംബന്ധമായി പീലാത്തോസ് ചോദിക്കുക, നിനക്ക് രാജ്യമുണ്ടെന്ന് പറയുന്നത് ശരിയാണോ? യേശു പറഞ്ഞു, എനിക്ക് രാജ്യം. നിന്റെ രാജ്യം ഐഹികമല്ല. ഐഹികമല്ലെന്ന് പറഞ്ഞാൽ അതാ പറഞ്ഞ ഐഹികമല്ല. പീലാത്തോസ് ചോദിച്ചു, എന്ന് വെച്ചാൽ ഐഹികമാണെങ്കിൽ ഞാൻ ഒന്ന് ഞൊടിക്കാൻ മതി. 72,000-ത്തിലധികം ദൂതന്മാർ ഇവിടെ ഇറങ്ങും. 12-ലധികം ലഗ്യോൺ ദൂതന്മാരെ എന്റെ അപ്പൻ ഇവിടെ വിന്യസിക്കും. അവനിങ്ങോട്ട് ഇറങ്ങിയാൽ നിനക്ക് കഥയറിയില്ല. ഒറ്റ ദൂതൻ അശൂർ പാളയത്തിൽ ഇറങ്ങിയിട്ട് 1,85,000 നിഗ്രഹിച്ചിട്ടാ പോയതെങ്കിൽ 70,000 ദൂതന്മാർ അടൂർ ദേശത്തിന് വേണ്ടി ഞാൻ ഡിക്ലെയർ ചെയ്യുകയാ. വർഷങ്ങൾക്ക് മുമ്പ് നഗ്നപാതയായി നടന്ന് ഈ പട്ടണങ്ങളിൽ വേല ചെയ്ത ദൈവഭൃത്യന്മാർ അവരുടെ കഷ്ടപ്പാടുകൾക്ക് ഒരു കൊയ്ത്ത് കൊടുക്കാൻ ഇതിന്റെ അകത്ത് കുറെ ദൂതന്മാരെ ദൈവം വിന്യസിച്ചിട്ടുണ്ട്. എഫെസോസിലെ സഭയുടെ ദൂതൻ, പെർഗമോസിലെ സഭയുടെ ദൂതൻ, ഈ ദൂതന്മാർ കൊയ്യുന്ന ദൂതന്മാരാ. ഇവരുടെ വാക്കനുസരിച്ചില്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ദൂതനെ ഇറക്കാൻ എന്റെ ദൈവം തയ്യാറാണ്. പീലാത്തോസിന് മനസ്സിലായി ഈ സ്ഥാനം തിരിച്ചാണ്. പീലാത്തോസ് യേശുവിനെയാണോ വിസ്തരിക്കുന്നത്? യേശു പീലാത്തോസിനെയാണോ വിസ്തരിക്കുന്നത്? വായിച്ചിട്ട് 5 പ്രാവശ്യം വായിച്ചാൽ അങ്ങനെ തോന്നും. കാരണം നമ്മുടെ നാഥൻ അധികാരമുള്ളവനാണ്. പറയൂ ആമേൻ. പോരാ ആമേൻ. ആമേൻ എന്ന് വെച്ചാൽ അങ്ങനെ തന്നെ അവൻ അധികാരമുള്ളവനാണെന്ന് എത്ര പേർ വിശ്വസിക്കും? നസറത്തിൽ 30 വർഷം കീഴടങ്ങിയിരുന്നു. കീഴടങ്ങളുടെ ഇടയിൽ ഒരു ശുശ്രൂഷയും വെളിപ്പെട്ടതായി ബൈബിൾ പറയുന്നില്ല. കാര്യം കീഴടങ്ങൾ തന്നെയാണ്. 30 വർഷം കീഴടങ്ങൽ, അതിന്റെ 0.5 വർഷം മിനിസ്ട്രി. ഒരേ തീപാറാൻ നമ്മൾ 3 വർഷം കീഴടങ്ങിയിരിക്കും, 30 വർഷം പ്രസംഗിക്കും. ഇത്രയേ ഉള്ളൂ നമ്മൾ കർത്താവ് തമ്മിലുള്ള വ്യത്യാസം. യേശു കണ്ണിന്റെ മീതെ ഇരുന്ന് പ്രസംഗിച്ചു. പ്രസംഗകൻ ഇരുന്നു, ജനം നിന്നു. നമ്മളിവിടെ പ്രസംഗകനെ നിർത്തി നമ്മൾ ഇരിക്കുകയാണ്. വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഏത് സമയവും വീട്ടിൽ കലഹങ്ങളും വാക്കുതർക്കങ്ങളും പിണക്കങ്ങളും വശ്യതയുടെ ബന്ധനങ്ങളും കുടുംബങ്ങളെ ഛിന്ന ഭിന്നമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അധികാരമുള്ളവൻ ഇന്ന് രാത്രി അടങ്ങിയിരിക്കരുത്. കൈ അടിക്കുകയോ കൈ ഉയർത്തുകയോ അന്യഭാഷ പറയുകയോ അന്ധകാരത്തെ പുറകിക്കുകയോ ഇന്ന് രാത്രി തുടങ്ങിയ അധികാരമുള്ള യേശു മാനസിക നില തകരാറാക്കുമാറ് പാരമ്പര്യ ശാപങ്ങളെ കുടുംബത്തിന്റെ ഇൻജക്ട് ചെയ്ത അടൂരിലെ പല കുടുംബങ്ങളുടെ അകത്തേക്ക് ഇന്ന് രാത്രി ദൈവവചനത്തിന്റെ ശക്തി ഇറക്കുന്ന പോലെ ഇറച്ചു കയറുമല്ല. ആത്മാവിന് രാത്രി ഇഷ്ടപ്പെടുകയാണ്. ആണ്ടികൾ പഴക്കമുള്ള പൈശാചിക ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ചാത്തുള്ളി തറയ്ക്കുന്നത് പോലെ ക്രൂസിന്റെ ശക്തി. 2 കാലവും 1 നിമിഷം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ. ഇത്ര സ്നേഹം ഇത്ര സ്നേഹം
ഇത്ര സ്നേഹ ഇത്ര സ്നേഹ മനുഷ്യരിൽ എന്തു നന്മ സ്വന്തമേത്തി പാടിയ മനുഷ്യരിൽ എന്തു നന്മ കണ്ടു നീരേ വായിന്ന് പാടി ഇത്ര സ്നേഹ ഇത്ര സ്നേഹ ഇത്ര സ്നേഹ ഇത്ര സ്നേഹ ഇത്ര സ്നേഹ ഇത്ര സ്നേഹ നാളെ ഈ നേരം തികയുന്നതിന് മുമ്പ് നിന്റെ വീടിന്റെ കെട്ടവ പൊട്ടി. മറ്റൊരു നാമത്തെ ഞാൻ ഈ സുവാർത്തയുടെ പ്ലാറ്റ്ഫോമിൽ ഉയർത്തിയിട്ടില്ല. നമുക്ക് ഒരുമിച്ച് ഉയർത്താനുള്ള ഒരേ ഒരു നാമ കാൽവറിയിൽ പിടഞ്ഞു മരിച്ച യേശുവിന്റെ സ്നേഹമാണെന്ന് ഉറപ്പുവരുത്തുന്ന ദൈവമക്കൾ. നിന്റെ തലമുറ വിദേശത്തായിരിക്കുക, നിന്റെ ഭർത്താവെന്ന ദൂരെയായിരിക്കുക, ഏതോ കുരുക്കിൽപ്പെട്ടിരിക്കുന്നവരെ ആത്മാവ് കാണുന്നുണ്ട്, തലമുറയില്ലാതിരിക്കുന്നവരെ ആത്മാവ് കാണുന്നുണ്ട്. പക്ഷെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഇന്ന് രാത്രി പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ മാക്സിമം ഉയരെ ഉയരെ ഉയർത്തുകയാ. How much I know, എനിക്കെന്നറിയാം എന്നുള്ളതല്ല ഇന്ന് രാത്രിയിലെ വിഷയം. എന്റെ അപ്പനെന്നറിയാം, അവൻ ഇന്ന് രാത്രിയുടെ ഉയരേണ്ടതിനായി ആ കരം ഉയർത്തി വിളിച്ച് യേശുവേ പറഞ്ഞേ ആമേ. അങ്ങനല്ല, അന്ന് മനസ്സ് തുറന്നെന്ന് പറയാമേ. നമ്മളെയൊക്കെ വീട്ടിലൊന്ന് പാട്ട് കേൾപ്പിക്കാൻ നിങ്ങളുടെ അപ്പം പെട്ടപ്പാണ് ഞങ്ങൾക്ക് അറിയാവുള്ളൂ. അക്കരെ ഇക്കരെ ഇറങ്ങാൻ വള്ളമൊന്നും ഇല്ലാതിരിക്കുമ്പം വാഴപ്പിണ്ടി വെട്ടിയ ചെങ്ങാടത്തിൽ അപ്പൻ മക്കളെ മൂന്നെണ്ണത്തെ അക്കരയ്ക്കര തള്ളിയിറക്കിയതാണ്. ഓലപ്പരയും ചാണകം മെഴുകിയ തറിയും. 28 വയസ്സ് വരെ വീട്ടിൽ കരണ്ടില്ലാത്തൊരു വീടായിരുന്നു. പക്ഷെ കരണ്ടിൻ്റെ ഒരു യേശു ഉണ്ടായിരുന്നു. സ്റ്റോറേജ് സെല്ല് സംഘടിപ്പിച്ചുകൊണ്ട് വന്ന അപ്പൻ പാട്ട് കേൾപ്പിക്കുമായിരുന്നു. 5 ദിവസം നിൽക്കുമായിരുന്നു. ആ സെല്ലിലെ പവർ അപ്പൻ വെള്ളത്തിൽ നീന്തി അത് തലയിൽ വെച്ചുകൊണ്ട് വരുന്ന കാഴ്ചയൊന്നും ഈ 41 ഞാൻ മറന്നിട്ടില്ല. അന്ന് ആദ്യം പഠിപ്പിച്ച പാട്ടാണ് കർത്താവേ നിൻ രൂപം എനിക്ക് എല്ലായ്പ്പോഴും സന്തോഷമേ, സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ രൂപം വേറെ. ഇന്നും അത് പാടുമ്പോൾ ഞാൻ കരയും. കാര്യം ആ ഓലപ്പരയ്ക്കകത്ത് കീറിയ തഴപ്പായിൽ കിടന്നുകൊണ്ട് പാടിയ പാട്ട് പഠിപ്പിച്ചാണ് അപ്പൻ. 93 ബൈബിൾ സ്കൂളിൽ വിടുമ്പോൾ ആ തഴപ്പ പൊതിഞ്ഞു കെട്ടി ബൈബിൾ സ്കൂളിൽ കൊണ്ട് തന്നിട്ട് വേറെ വഴിയൊന്നുമില്ല, 2 വർഷം ഈ കീറിയ തഴപ്പായി കിടന്നോണമെന്ന് പറഞ്ഞ് അപ്പം വിട്ടതാ. ആ വിടിയിൽ ഒരു ഹെവൻലി വിടിയിലായിരുന്നു. അന്ന് മനസ്സോടത് സ്നേഹത്തോടെ സ്വീകരിച്ചത് കൊണ്ട് ഇന്ന് ഈ സ്വാർത്ഥയുടെ സ്റ്റേജിൽ നിന്നത് പാടുമ്പോ എങ്ങനെ സ്തോത്രം ചെയ്യാതിരിക്കും. എന്നാലും നമുക്ക് ഒരുമിച്ച് പാടാം. ആകെ അല്പം നേരം മാത്രം കരം ഉയർത്തി എന്റെ യാത്ര തീരുവാൻ. ആകെ അല്പം നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ.
ഉണ്ട്. തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് വിടുതലും പ്രസംഗിപ്പാൻ, കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു, മടക്കി ശുശ്രൂഷക്കാരന് തിരിച്ചു കൊടുത്തു. അടുത്ത വരി പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവന്റെ മേലായി. എന്നെ അവന്റെ മേലാകാൻ കാര്യം നീലക്കുപ്പായമില്ല, നീല നിലയങ്കിയില്ല, നടുക്കെട്ടില്ല, അരക്കെട്ടില്ല, യഹോവയ്ക്ക് വിശുദ്ധമെന്നുള്ള നെറ്റിപ്പട്ടമില്ല, മാർപ്പതക്കമില്ല, ഏഫോദില്ല, 2 ചുമൽക്കണ്ടങ്ങളിൽ 6 ഗോമേതകല്ലില്ല. കല്ലുണ്ടെങ്കിൽ തന്നെ ഉള്ളൂ ഗോത്രപിതാക്കന്മാരുടെ പേര് വെക്കാൻ പറ്റും. മാതളപ്പഴങ്ങളില്ല, പൊന്മണികളില്ല. എന്താ വേണ്ടാത്ത? പക്ഷെ ഇതൊന്നുമില്ലേലും ആർക്ക് അഭിഷേകമുണ്ട്. നീ കാണുന്ന പുറം പൂച്ചിലല്ല സാറേ ഇടപാട്, അകത്ത് വളർന്ന അഭിഷേകത്തില്ല. അടൂരിൽ തമ്പുരാൻ നോക്കിയ കുറെ നീളക്കുപ്പായക്കാരുടെ ഇടപാടുകളെ വിരാമം കുറിച്ചുകൊണ്ട് അഭിഷേകമുള്ളവനെ ഇന്ന് രാത്രി പുറത്തെടുക്കാൻ പോവുകയാ. യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ഹോളി സ്പിരിറ്റ് പ്ലസ് പവർ ഈസ് ഈക്വൽ ടു അനോയിന്റിംഗ്. പരിശുദ്ധാത്മാവ് അധികം ശക്തി അഭിഷേകം ആണ് കാര്യപ്പെടുത്തിയത്. ജോസഫ് പ്രാവുകുഞ്ഞുമായി പോയി. ഇതൊക്കെ സത്യമാ. പക്ഷേ ആത്മാവ് ഇറങ്ങി വന്നപ്പോൾ ഹോളി സ്പിരിറ്റ് പ്ലസ് പവർ ഈസ് ഈക്വൽ ടു അനോയിന്റിംഗ്. ഇന്ന് രാത്രി അഭിഷേകത്തെ ദൈവം പറയാൻ പോയാ. വർഷങ്ങളായി അഭിഷേകത്തിനായി കൊതിക്കുകയാ, ഒരു ശുശ്രൂഷക്കായി കൊതിക്കുകയാ. പല ഏഴുപുരോഹിതരെയും പുറകെയാണ് കിട്ടാത്തത്. ഇതാ ഇല്ലാത്ത ഒരു കുഞ്ഞിനെ ധരിപ്പിച്ച് അവനൊരു പ്രവചനം കൽപ്പിക്കാൻ പോയാ. ഈ രാത്രി അറിയുകയാ. സ്വർഗ്ഗം ഈ മൈക്രോഫോൺ എടുക്കുന്നത് അറിയുകയാ. You are an anointed person. നീ ഒരു അഭിഷേകനാകയാ. ഈ രാത്രി അറിഞ്ഞിരിക്കുന്ന അഭിഷേകം പുറത്തെടുക്കുക. അഭിഷേകം ഇനിയുള്ള സിസ്റ്റേഴ്സ് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളയാനല്ല. അവൻ നിന്റെ മിനിസ്ട്രിയിൽ യൂസ് ചെയ്യാൻ പോയാ. അമ്മക്കൾക്കായി യൂസ് ചെയ്യാൻ പോയാ. ഇന്ന് മുതൽ അങ്ങോട്ട് അടുത്ത ഓരോ സെക്കൻഡ്, ഓരോ വയസ്സ്, ഓരോ ബർത്ത്ഡേ വരുമ്പോൾ സ്വർഗം സന്തോഷിക്കപ്പെട്ടവല്ല. നിന്റെ ഒരു അവന്റെ അധികാരത്തിനായി സ്തോത്രം. ചേർന്ന് പറ അധികാരം. അത് പറയുന്നത് തന്നെ ഒരു അധികാരം വേണം. അധികാരത്തോടെ പറ അധികാരം. പേടിയില്ലേ? പറ അധികാരം. അഭിഷേകം അകത്തുണ്ടല്ലോ, പറ അധികാരം. ശ്രമിച്ച കുറച്ചുകൂടെ ശബ്ദം ഉയർത്തി പറയാൻ കഴിയും. അധികാരം. നമുക്ക് അപ്പോൾ തിന്നാൻ വേണ്ടിയല്ല. INRI, ഇവൻ യഹൂദന്മാരുടെ രാജാവ്. ഒന്നുകിൽ കേട്ട് അറിയണം അവൻ രാജാവാണ്, ഇല്ലെങ്കിൽ വായിച്ചറിയണം അവൻ രാജാവാണ്. രാജാവിനൊരു വരവേൽപ്പ് കൊടുക്കും. അവൻ രാജാവാണെങ്കിൽ അവനൊരു രാജ്യമുണ്ട്. ആ രാജ്യത്തിലാണെന്ന് ഉറപ്പിക്കുന്ന ദൈവമക്കൾക്കൊരു അധികാരമുണ്ട് കേട്ടോ. നീ അധികാരം ഉപയോഗിച്ച് യേശു പറയാ. എന്താ യേശു പറഞ്ഞേ? ഓരോ രാജ്യത്തും പ്രാപിച്ചിരുമ്പോൾ എന്നെ എന്ത് ചെയ്യണം? ഓർക്കണം. യേശുവിടെ ഒരാഴ്ച മുഴുവൻ കള്ളത്തരം ചെയ്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടക്കുന്ന നിന്റെ അനുതാപമൊക്കെ ഞാൻ സംബന്ധിച്ച് ഞാൻ ചെല്ലട്ടെ, അങ്ങ് ചെല്ലട്ടെ, എവിടെ സ്വർഗത്തിലെത്തട്ടെ. എന്നിട്ട് എന്തെങ്കിലും ഒരു പഴുതുണ്ടെങ്കിൽ നിന്റെ കാര്യം ഞാൻ ഓർത്തിരിക്കും. അതുകൊണ്ട് നീ സമാധാനത്തോടെ ചാകും. ഇങ്ങനെ യേശു പറഞ്ഞു. അത് പീലാത്തോസിന്റെ ജഡ്ജ്മെന്റ്. ഒറിജിനൽ ജഡ്ജ്മെന്റ് കാൽവറിയില്ല. നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും. ഞാനാ പറയുന്നത്. ഒറിജിനൽ ജഡ്ജ്മെന്റ് കാണണമെങ്കിൽ അവന്റെ അടുക്കൽ വരണം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിരപരാധിയാണെങ്കിലും അപരാധം ചെയ്തെന്ന് പറഞ്ഞ് മറ്റുള്ളവർ വായിൽ പാട്ടായി നിന്നെ ശിക്ഷ വിധിച്ച് ആരെങ്കിലും ഇതിന്റെ അകത്തുണ്ടെങ്കിൽ എന്റെ ഹൃദയത്തിൽ നിന്ന് കൈമാറുന്നു. ഒറിജിനൽ ജഡ്ജ്മെന്റ് വെളിപ്പെടും. നീ തിരിച്ചു നിന്ന് ന്യായമൊന്നും നിരത്തണ്ട. നന്നായി ചെയ്യാൻ കഴിയുന്നവന്റെ കയ്യിലേക്ക് നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ ഒറിജിനൽ ജഡ്ജ്മെന്റ് അവന്റെ കയ്യിലാണെന്ന്
തിരിച്ചറിവുള്ള ദൈവമക്കൾ ആ കരമൊന്ന് ഉയർത്തി വരാമേണ്ടത്. സ്വാർത്ഥ ചർച്ചിലേക്ക് ഞാൻ ഈ അനുഗ്രഹം കൈമാറുകയാണ്. കൂട്ടത്തോടെ ജനം സ്നാനപ്പെടുന്ന ഒരു സമയം ഉണ്ടാകട്ടെ. കമോൺ, എത്ര പേർക്ക് മനസ്സ് തുറന്ന് ഈ അനുഗ്രഹം ഒന്ന് സ്വീകരിക്കാൻ കഴിയുക? ജനം വിടുവിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിന്റെ അകത്തുണ്ട്? പണ്ട് അവൻ അരമനയ്ക്കകത്ത് മുഴങ്ങിയ ശബ്ദം അടൂരിൽ മുഴങ്ങാൻ പോവുകയാ. ആരാധനയ്ക്കായി എന്റെ ജനത്തെ അടുത്ത പേര് പറയേണ്ടത് പട ചേർത്തതിന് വേണ്ടിയായിരിക്കണം. നീ എന്റെ കൂടെ മരണത്തിന്റെ പടിവാതിൽക്കൽ കിടക്കുന്നവൻ കുറച്ചു കഴിഞ്ഞ് പട്ടാളക്കാർ വന്ന കാലിന്റെ അസ്ഥി തല്ലി ഒടിച്ച് അവൻ ചാകാൻ പോകും. മരണത്തിന് മുമ്പിലാണ് കിടക്കുന്നെങ്കിലും വിതിൻ സെക്കൻഡ് പറുദീസയുടെ പടിവാതിൽക്കിലേക്ക് വലിച്ചെറിഞ്ഞ ദൈവം ഇന്ന് രാത്രി നശിച്ചു പോകുന്ന ശരീരത്തിന് വേണ്ടിയുള്ള സന്ദേശമല്ലത്, നശിക്കാത്ത ആത്മാവിന് വേണ്ടിയുള്ള സന്ദേശം. എന്ന് കണ്ണടയുമെന്ന് ആർക്കും അറിയില്ല. വെച്ചു നീട്ടിക്കൊണ്ടുപോയാൽ ഒടുവിൽ ഒരുപക്ഷെ കണ്ണടഞ്ഞാൽ പിന്നെ സ്നാനത്തിന് സമയമില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി സമർപ്പിക്കണം, നാളെ രാവിലെ സ്നാനപ്പെടണം. പകലും രാത്രിയും സ്നാനം നടക്കുമെന്ന് തെളിയിച്ച ഏക പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തി. ആ പുസ്തകത്തിന്റെ ശക്തി ഇവിടെ പകരട്ടെ. മൂന്നാമത്തെ മൊഴി അവിടെ പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജനാവിൽ കുറച്ച് കൂടിയിട്ടുണ്ട്. സഹോദരിമാർ പറയണം പൊട്ടിക്കരയുന്നുണ്ട്. ഫ്രണ്ടിൽ ഒരു സ്ത്രീ അലമുറയിട്ട് കരയുന്നുണ്ട്. പേര് മറിയം. അലമുറയിട്ട് കരയും. നിന്റെ ഹൃദയത്തിൽ കൂടി ഒരു വാള് കടക്കുമെന്നൊരു വചനമുണ്ടായിരുന്നു. കടന്നു കിട്ടണം. യോഹന്നാൻ മാറിയിട്ടുണ്ട്. അടുത്ത മൊഴി അവിടെ തുടങ്ങുന്നു. രണ്ട് മൊഴികളും ആത്മരക്ഷയാണെങ്കിൽ മൂന്നാമത്തെ മൊഴി ഭൗതിക രക്ഷയാണ്. സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. യോഹന്നാനോട് പറഞ്ഞു, യോഹന്നാനെ, ഇതാ നിന്റെ അമ്മ. പിടിച്ചേൽപ്പിക്കുക. അന്ന് മുതൽ അവൻ അവളെ വീട്ടിൽ കൈക്കൊണ്ടു. മൂന്നാമത്തെ മൊഴി അവിടെ എന്താ വീട്ടിൽ കൈക്കൊള്ളാൻ വേറെ മക്കളൊന്നും ഇല്ലെന്നിട്ടാണോ? അല്ല, യാക്കോബ്, യോസേ, യൂദാ, ശിമോൻ മക്കളൊക്കെ ഒത്തിരി ഉണ്ട്. പക്ഷെ ഈ അമ്മ ഞങ്ങളുടെ അമ്മയാണെന്ന് പറയാൻ ഇവർക്കൊരു ലജ്ജ. കാരണം യേശുവിനെ ചുമന്നതിനാ. നിറവയറോടുകൂടെ മറിയാമ്മയെ ജോസഫ് കൊണ്ടുവന്ന് വഴിയമ്പലത്തിൽ മുറി ചോദിച്ചിട്ട് ഏത് കഠിന ഹൃദയനും ഒരു മുറി കൊടുക്കേണ്ടതാ, പക്ഷെ കൊടുത്തില്ല. അറിയുക, യേശു അകത്ത് വരുമ്പോൾ പല വഴി അടയും. ഇവിടെയാണ് ആമേൻ പറയുന്നത്. യേശു അകത്തു വന്നെങ്കിൽ നീ പ്രതീക്ഷിച്ച പല വാതിലും അടയും. നിനക്ക് പ്രതീക്ഷയില്ലാത്ത ചില പുതിയ വാതിലുകൾ തുറക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ ചർച്ചിൽ പറഞ്ഞു പഠിപ്പിച്ചൊരു കാര്യം, അടഞ്ഞ വാതിൽ തുറന്നു കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യരുത്. അടഞ്ഞ ഒരു വാതിൽ മാത്രമല്ല ഈശോമിശിഹായ്ക്കുള്ള ആയിരക്കണക്കിന് പുതിയ വാതിലിന്റെ ഓണറാണ് യേശു. അതുകൊണ്ട് അടഞ്ഞ ഒരു വിസയ്ക്ക് മുകളിൽ നീ അങ്ങ് സീരേ. ഒറ്റ രാജ്യമല്ല ദൈവത്തിലുള്ള, പല രാജ്യം അവന്റെ കയ്യിലുള്ളത്. ഒരിടത്തേക്കുള്ള വഴിയടഞ്ഞാൽ അടുത്തത് തുറക്കാൻ ശക്തനായ ദൈവം അവന് യേശു കർത്താവിനെ ഹൃദയത്തിൽ പേറിയതിനാൽ വഴിയടഞ്ഞ ഒരു വലിയ പ്രസ്ഥാനമായിരുന്നു പെന്തക്കോസ്ത്. കേരളക്കരയിൽ പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിന് ആദ്യം ചുക്കാൻ പിടിച്ച പല ഭക്തന്മാരും വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കപ്പെടേണ്ടി വന്നവരാണ്. ഞാൻ 94 ഡിസംബർ 25 എൻ്റെ ബൈബിൾ സ്കൂൾ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഞാൻ എറണാകുളത്ത് വൈപ്പിൻകരയിൽ പാസ്റ്റർ NG സാർകുട്ടി, ഇവിടെ അടുത്ത് കൊടുമൺ സ്വദേശിയാണ് അദ്ദേഹം. എറണാകുളത്ത് അദ്ദേഹം ശുശ്രൂഷയിൽ ആമേൻ പലാരിവട്ടത്തായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ 5 വർഷം കൂടെ ഇരുന്ന് അദ്ദേഹത്തെ സഹായിക്കാനുള്ള ഒരു ഭാഗ്യം ദൈവം എനിക്ക് നൽകി. ആ ഒറ്റ ഭാഗ്യമാണ് എന്നെ ഇങ്ങനെ ആക്കിയെടുത്തത്. അദ്ദേഹം 2010 നിത്യതയിലേക്ക് പ്രവേശിച്ചു. എങ്കിലും ഞങ്ങളെ കർത്താവ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം അനുകരിപ്പാൻ പഠിപ്പിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുകയും
അദ്ദേഹം എന്നെ വൈപ്പിൻകരയിലെ വേലയ്ക്ക് കൊണ്ടാക്കി. ആ വൈപ്പിൻകരയിലെ വേലയിൽ കാൽനടയായി തീരദേശത്ത് നടന്ന് വേല ചെയ്യുന്ന എൻ്റെ 19ാമത്തെ വയസ്സ് മുതൽ ഞാൻ അവിടെ വെച്ച് തിരിച്ചറിഞ്ഞൊരു കാര്യം, കേരള പെന്തക്കോസ്ത് ചരിത്രം എന്ന പുസ്തകത്തിൽ കുറിയന്നൂരുകാരനാകുന്ന സാജു 8ഓ 10ഓ ലൈനിൽ ആ പാപ്പി എന്ന് പറയുന്ന ഒരു അപ്പച്ചനെ കുറിച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് അവിടെ ചെന്നപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത് കത്തോലിക്ക സമുദായത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് കടന്നു വന്ന ഒരു ദൈവ മനുഷ്യന്റെ അനുഭവം. ഞാൻ കോലഞ്ചേരിയിൽ ഞാൻ ഈ അനുഭവം പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാള് അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് പൊട്ടിക്കരയുന്നത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. കാര്യം ദൈവം നടത്തിയ ഭക്തന്മാരുടെ മക്കളും കൊച്ചുമക്കളും ഒന്നും തകർന്നു പോയില്ല. കാര്യം യേശു ആർക്കും കടക്കാരനല്ല. ഇതുപോലെ ഒരു യോഗത്തിൽ വെച്ച് യേശുവിനെ സ്വീകരിച്ചു, സ്നാനപ്പെട്ടു. താൻ സ്നാനപ്പെട്ടെന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ പള്ളി വിലക്കി. പള്ളിക്കാർ താമസിക്കാൻ കൊടുത്ത വീട്ടിൽ നിന്ന് അദ്ദേഹത്തോട് ഇറങ്ങിക്കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹം സമരശാല വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തൻ്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ്. തൻ്റെ അപ്പനും അമ്മയും പ്രായാധിക്യം ചെന്നിരിക്കുന്ന സമയം ഒരു പനമ്പ മാത്രം സ്വന്തമെന്ന് പറഞ്ഞ് വഴിയറമ്പിൽ പനമ്പ വിരിച്ച് കിടന്നുറങ്ങുന്ന സമയം തൻ്റെ അപ്പൻ ആ വഴിയറമ്പിൽ മരിച്ചു പോയപ്പോൾ അടക്കാൻ വേണ്ടി തിരിച്ച് പള്ളിക്കാരുടെ അടുത്ത് നടക്കാൻ അനുവാദം തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അനുവാദം തരാം, പക്ഷേ സ്നാനപ്പെട്ടത് ശരിയായില്ലെന്ന് രേഖാമൂലം എഴുതി തരികയും പള്ളിയിൽ പരസ്യമായി മാപ്പ് ചോദിക്കുകയും ചെയ്താൽ അപ്പനെ അടക്കാം. തിരിഞ്ഞൊന്ന് ചിന്തിക്കാൻ നിൽക്കാതെ താൻ തുറന്നു പറഞ്ഞു, ഞാൻ സ്നാനപ്പെട്ടത് ശരിയാണ്, എന്റെ അപ്പനെ അടക്കിയാലും ശരി ഇല്ലും ശരി, സ്നാനത്തിനെതിരെ ഞാൻ നിൽക്കില്ല, സ്നാനം ശരിയാണ്. സ്നാനം ശരിയാണെന്ന് വല്ല ഉറപ്പുണ്ടോ സഹോദര? ഒന്നേ ഒരു അലറി വിളിച്ചൊരു അടക്കാൻ വേറെ വഴിയില്ലാതെ വന്നപ്പോൾ ഒരു രാത്രി അപ്പന്റെ ശരീരമെടുത്ത് ശവശരീരമെടുത്ത് തോളത്തോട്ടിട്ട് കയ്യിലൊരു തൂമ്പായും കയ്യിൽ പിടിച്ച് കടപ്പുറത്തേക്ക് നടന്നു എന്ന് അപ്പന്റെ ശരീരം മാറ്റി വെച്ചിട്ട് തൂമ്പ കൊണ്ട് മണ്ണ് മാറ്റിയ വെള്ളത്തിന്റെ അകത്തേക്ക് അടക്കുമ്പോൾ നീയോ ദാനിയേലേ പോയിക്കൊള്ളുക, കാലാവസാനത്തിന്റെ ഓഹരി പ്രാപിപ്പാൻ അടക്ക ശുശ്രൂഷയിൽ അഭിഷിക്തന്മാർ പറയുന്ന വചനം പറയാൻ ആരുമില്ലാതെ തന്റെ ഇടത്തോടെ അഭിമാനത്തോടെ ശവക്കോട്ടയിലെങ്കിലും കാഹളം ധരിക്കുന്ന സമയം എന്റെ അപ്പൻ ഉയർപ്പിന്റെ പൊരുമുതലിൽ പൊങ്ങി വരുവാനുള്ള പ്രതീക്ഷയിൽ മകനടക്കിയിട്ട് തിരിച്ചു പോന്നു. ഇങ്ങനെ വില കൊടുത്തു നിന്ന ഏക പ്രസ്ഥാനം പെന്തക്കോസ്ത് പ്രസ്ഥാനമാണ്. അതുകൊണ്ട് അടൂരിലെ പിശാചിലേക്ക് ഞാൻ പറയുക, കാഹളനാദം വരെ വംശനാശം വരാതെ നിൽക്കുന്ന ഏക പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് പെന്തക്കോസ്താനല്ല. തിരിച്ചറിയുന്ന ദൈവമക്കൾ ഒരു തലമുറയെ കാണുന്നവർ കരമുയർത്തി ആമേൻ പറയട്ടെ. ഭാര്യയെ കീറ്റുനോവിന്റെ ആരംഭമായപ്പോൾ ഭർത്താവ് പറഞ്ഞു, വിഷമിക്കരുത്, പനമ്പ റോഡ് സൈഡിൽ മറച്ചു തരാം, അതിൻ്റെ അകത്തോട്ട് പ്രസവിച്ചോണം. ആ കൊച്ചിനെ ട്രജർ മണ്ണിൽ പ്രസവിച്ചിടുമ്പോൾ മറക്കരുത്, ഇന്ന് സുവിശേഷത്തിന് ഒത്തിരി കളറായി കേട്ടോ. അടൂരിൽ പെന്തക്കോസ്ത് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡായി. ഒരു സ്റ്റാൻഡേർഡും ഇല്ലാതെ ഇതിന് വില കൊടുത്ത കുറെ പിതാക്കന്മാരുണ്ടായിരുന്നു. സല്യൂട്ട് ചെയ്യാൻ കൃപയുള്ള പുതിയ തലമുറയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ഓളത്തിൽ ഒഴുകി കയറിയതല്ല ഇതിന്റെ അകത്തേക്ക്. ഓളത്തിൽ ഒഴുകി കയറിയാൽ അടുത്ത ഓളത്തിൽ ഒഴുകിയവന് ആകാശം ഇടിഞ്ഞാലോ അവൻ ഇവൻ പോകില്ല. ഭാര്യ യേശുവിന്റെ സ്നേഹം അകത്ത് കയറി കയറി വന്ന ദൈവമക്കൾ അന്നാണ് തന്റെ ഇടത്തോടെ ആ കരമടിച്ച് ഈ രാത്രി അവരെ കൈയടിക്ക് തന്നെ ഒരു ശക്തി വേണം സഹോദര. ആ കൈയടിക്ക് ഒരു അഭിഷേകം വേണം. ആരോ പറഞ്ഞിട്ട് കയറിയ വല്ലതിന്റെ അകത്തേക്ക് നിസ്സാരയാണെന്ന് പറഞ്ഞിട്ട് കയറിയതല്ല ഇതിന്റെ അകത്തേക്ക്. ഇതിന്റെ അകത്തേക്ക് കയറ്റിയത് മനുഷ്യരല്ല, കാൽവരിയിലെ കർത്താവാണെന്ന് അനുഭവിച്ച ദൈവമക്കൾ സ്വന്തം ദൈവത്തെ ആരാധിക്കട്ടെ. ശക്തന്മാരായ ഭക്തന്മാർ അവനെ ചുമന്ന് ജീവിതത്തിന്റെ അവസാനം വരെ പോയവരാണ്.
തള്ളിപ്പറഞ്ഞില്ല. എനിക്ക് തോന്നുന്നു യൂറോപ്പിന്റെ സുവിശേഷീകരണത്തിന് ചുക്കാൻ പിടിച്ച ജോൺ ഹാസ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹമായിരിക്കാം എന്നെനിക്ക് തോന്നുന്നു. തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. അദ്ദേഹത്തെ ആ ഭരണകൂടം പിടിച്ച്, ആ സമുദായം പിടിച്ച്, അദ്ദേഹം വായിച്ച ബൈബിള് നെഞ്ചിലേക്ക് വെച്ച് നിലത്ത് വെച്ച് കെട്ടിക്കിടത്തി, ആമേൻ, അന്ന് കിട്ടാവുന്ന മുഴുവൻ ബൈബിളും അദ്ദേഹത്തിന് മുകളിൽ കൂട്ടിയിട്ട് വിറക് മടക്കി തീ കൊടുക്കുന്നതിന് മുമ്പ് അവസാനമായി എന്തു പറയാനുണ്ടെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ചോണ്ട് പറഞ്ഞു, എന്നെ കത്തിച്ചു. പക്ഷേ ചില ആണ്ട് കഴിയുമ്പോൾ ഈ യൂറോപ്പിന്റെ മുകളിൽ ഒരു കഴുകൻ വട്ടമിട്ട് പറക്കും. ഒത്തിരി അനുഭവം എനിക്ക് പറയാനുണ്ട്. ഞാൻ സുവിശേഷകനാണ്. അതുകൊണ്ട് സുവിശേഷത്തിന് വേണ്ടി ഞാൻ മനസ്സ് തുറന്ന് അനുഭവിച്ചതൊന്നും പറയാൻ എനിക്ക് സമയമില്ല. എൻ്റെ സമയം തീർന്നു. ഞാൻ കൈമാറട്ടെ. നീ സുവിശേഷത്തിന് വേണ്ടി അവനെ ചുമന്ന ഒരു സഹോദരിയാണെങ്കിൽ, ഒരു സഹോദരനാണെങ്കിൽ, ഒരു യോഹന്നാനെ അവൻ ഒരുക്കാതിരിക്കുകയില്ല. സംശയമുള്ളവർക്കറിയാം, ചെല്ലുന്ന ദേശങ്ങളിൽ, ചെല്ലുന്ന രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു യോഹന്നാനെ ദൈവം ഒരുക്കി. ഇന്ന് രാത്രി വചനം ഇവിടെ പറയാൻ ദൈവം ഒരുക്കി യോഹന്നാനാണ് ഇവിടത്തെ അഭിഷേകം. ഇന്ന് രാവിലെ ഞാൻ തിരുവനന്തപുരത്ത് ഒരു യൂത്ത് കോൺഫറൻസിൽ എനിക്ക് അവിടെ ഒരു യോഹന്നാനെ ദൈവം ഒരുക്കി ഒരു നേരത്തെ ഭക്ഷണം തരുക. ഇന്നലെ ഞാൻ രാത്രി പേർക്കടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുവാൻ ഒരു യോഹന്നാനെ ദൈവം അവിടെ ഒരുക്കി. ഈ മീറ്റിങ്ങിന് അദ്ദേഹം അവിടെ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. എത്രയോ യോഹന്നാന്മാരെ ഇന്ന് ദൈവം ഒരുക്കി. ആ നല്ലവനാകുന്ന ദൈവം അവന്റെ വിശ്വസ്തതയ്ക്ക് ഒരു ആമേൻ പറയാമോ? പല കൂട്ടിലും കൂട്ടായ്മയ്ക്കും അധികം ആളില്ലായിരുന്നു. പക്ഷെ ഇന്നൊരു ബസ് വന്ന് സ്റ്റാൻഡിൽ നിർത്തിയാൽ കുറച്ചു പേരെങ്കിലും അതിൻ്റെ അകത്ത് അന്യഭാഷ പറയുന്നവരെ ദൈവം ഒരുക്കിയിട്ടില്ലേ? ഈ നല്ല സ്നേഹത്തെ എങ്ങനെ സ്തോത്രം ചെയ്യാതിരിക്കാൻ കഴിയും? ഈ നല്ല സ്നേഹത്തെ എങ്ങനെ സ്തുതിക്കാതിരിക്കാൻ കഴിയും? വായിച്ച വാക്യം എനിക്ക് ദാഹിക്കുന്നു, പ്രസംഗിക്കുന്നില്ല. കൈമാറട്ടെ. ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ എൻ്റെ ദാഹം തീരും. വെള്ളം കൊടുത്താൽ അവൻ്റെ ദാഹം തീരില്ല. അവൻ്റെ ദാഹം തൊണ്ട നനയാനല്ല, നിന്നെ കിട്ടാനാണ്. രക്ഷിക്കപ്പെടാത്ത നിനക്കായുള്ള ദാഹം, സ്നാനപ്പെടാത്ത നിനക്കായുള്ള ദാഹം, സ്നാനപ്പെട്ടിട്ടും പിന്മാറ്റ അവസ്ഥയിൽ ഞെരുങ്ങുന്ന നിന്നെക്കുറിച്ചുള്ള ദാഹം. ഇന്ന് രാത്രി നീ കൊടുക്കുന്നതല്ല അവന് വേണ്ടത്, നിന്നെയാണ് അവന് വേണ്ടത്. ഒരു നിമിഷം ഒന്ന് എഴുന്നേൽക്കാമോ? ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ആരാധിക്കാനുള്ള സമയമാണ്. ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, ചിലതിനെ അവൻ തൊടാൻ പോവാ. എനിക്കൊരു വിടുതൽ വേണം. അതെന്ത് വൈകുന്നത്? മനസ്സ് നിറഞ്ഞ് എന്നെ ഇങ്ങോട്ട് ദൈവം അയച്ചതാണ്. എൻ്റെ മനസ്സ് വളരെ വ്യക്തമായി എന്നോട് മന്ത്രിക്കുന്നുണ്ട്. ചിലതിനെ കർത്താവ് പുറത്തെടുത്തിരിക്കും. നീ ആയിരിക്കുന്ന ഞരങ്ങിയ മണ്ഡലത്തിൽ നിന്ന് അവൻ ഇന്ന് രാത്രി നിന്നെ പുറത്തെടുത്തിരിക്കും. പാടാനാണോ നിന്റെ കഴിവ്? ആ ശബ്ദത്തെ രാജ്യങ്ങളിൽ കേൾപ്പിക്കും ദൈവം. കീബോർഡ് വായിക്കാനോ, ഗിറ്റാർ വായിക്കാനോ, മൃദംപാട് വായിക്കാനാണോ ദൈവം തന്ന കൃപ? രാജ്യങ്ങൾ വാതിൽ തുറന്നിരിക്കും. ആരും ഒരു സർക്കിളിനകത്ത് നിന്ന് ഒതുങ്ങാൻ ദൈവം സമ്മതിക്കില്ല. ഞാൻ ഒതുങ്ങിയവനായിരുന്നു, പക്ഷെ മനസ്സിലേക്ക് ദൈവമിട്ട കൃപയാണ് എന്നെ പുറത്തെടുത്തതെങ്കിൽ എന്നെ എടുക്കാൻ പറ്റിയാൽ നിങ്ങളെ എത്രയധികം. ഒരു വിടുതൽ ആവശ്യമുള്ളവർ ആ കരം ഉയർത്തിപ്പിടിച്ചാണ്. ദാനമാണ്. എന്തിനാണ് എല്ലാവരും അവിടെ നിൽക്കുന്നത്? വളരെ മുകളിലേക്ക് നമുക്ക് ഒരുമിച്ച് ആരാധിക്കുന്നവർ ഇനി മുഖം നോക്കാനില്ല, പൊക്കം നോക്കാനില്ല. ഇനി ഹൃദയമുള്ളവൻ പകരുക അഭിഷേക ദൈവമായി. ഇന്ന് രാത്രി അവൻ എത്തിയിട്ടുണ്ടെന്ന് അറിയുന്ന ദൈവത്തെ ഒത്തിരി പേര് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കാണുന്നു. ഒത്തിരി കരഞ്ഞ ഒരു മേഖലയുണ്ട്. ഇന്ന് കരയുന്നെങ്കിൽ ദൈവ സാന്നിധ്യത്തിലാണ്. ദൈവ സാന്നിധ്യത്തിലെ കണ്ണുനീർ അവൻ കാണാതിരിക്കുകയില്ല. അവന്റെ വിശ്വസ്തതയ്ക്കായി ഈ യോഗം വെച്ചത് പാടാനല്ല, പ്രസംഗിക്കാനല്ല. ഈ യോഗം വെച്ചത് സ്വർഗത്തിന് പ്രസാദമായി തീരാൻ. അവന് പ്രസാദമായി തീരുന്ന ഒരു രാത്രിയാണ് ഇന്നത്തെ രാത്രി. ശാന്തമായി അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ട്. അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചിട്ട്
Oh, righteous stream, living up, righteous stream, living up, relied on those cities, righteous stream, living up, രാത്രി കർത്താവിനെ വിളിക്കുകയാണ്. അവന്റെ വേല ചെയ്യാൻ വിളിയുള്ള ഒത്തിരി പേര് നിന്റെ അകത്തുണ്ട്. എന്നോട് കർത്താവ് പറയുന്നു, ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചിട്ടും ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ, ഭാരങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ്, ഏറ്റുമുട്ടലുകൾ, സംഘടനകൾ വീട് നിന്നെ പുറകോട്ട് വലിക്കുകയാണ്. ഉത്തരവാദിത്തം വേണ്ടെന്നല്ല, ഞാനും ഒരു അപ്പനാണ്, ഭർത്താവാണ്. ഉത്തരവാദിത്തം ഒത്തിരിയുള്ള ദൈവദാസനാണ്. ഒത്തിരി ശുശ്രൂഷകന്മാരെ കൂടെ നിർത്തി നടത്തുന്ന ഒത്തിരി സഭകളുള്ള ഒരു ദൈവദാസനാണ്. ഉത്തരവാദിത്തം കുറയുകയല്ല, കൂടുതലാണ്. പക്ഷെ വേലയോളം മഹത്വമുള്ളൊരു കാര്യം ഈ ഭൂമിയിൽ വേറെയില്ല. ശുശ്രൂഷ നാം ഈ ഭൂമിയിൽ ഒരു ശുശ്രൂഷക്കാരൻ എന്ന് പറയുന്നതിനപ്പുറം മഹത്വമുള്ള ഒരു പദവി ഈ ഭൂമിയിൽ നിനക്ക് തരാൻ അവനില്ല. അതുകൊണ്ട് കണ്ണുകൾ അടച്ച് ഞാൻ എന്നെ സമർപ്പിക്കുകയാണ്. ജോലിയോടുകൂടെയാണോ വേല ചെയ്യാൻ വിളിച്ചത്? തൻ്റെ അടുത്തോടെ ജോലിയോടുകൂടെ വേല ചെയ്യും. അല്ല, പൂർണ്ണ സമയം വേല ചെയ്യാനാണോ വിളിച്ചത്? ആകെ പിടിച്ച് എന്നെ അനങ്ങിക്കരുത്. സക്കായിയോട് പറഞ്ഞവൻ നിന്നോട് പറയുക, വേഗത്തിൽ ഇറങ്ങുക. നടത്താൻ എന്നെപ്പോലെ ഇത്രയും കഴിവുള്ള ഒരാൾ വേറെ ഇല്ല, വേറെ ഇല്ല, ഈ ഭൂമിയിൽ വേറെ ഇല്ല. അതുകൊണ്ട് ഇന്ന് രാത്രി അവന്റെ വേലയ്ക്ക് വെളിയകത്തുള്ള ദൈവത്തെ കർത്താവ് തരുന്ന ഒരു ശിഷ്ടായുസ് അവന്റെ നാമത്തിന് വേണ്ടി ഒരു വേലക്കാരനായി, ഒരു വേലക്കാരിയായി എനിക്ക് നിൽക്കാൻ ആഗ്രഹമുണ്ടെന്നുള്ളവർ അക്കാരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചത്. അടൂർ ദേശത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് ആത്മനിറവിലൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുകയെ പാരമ്പര്യ ശക്തിയെ ഇന്ന് രാത്രി ബ്രേക്ക് ചെയ്യാൻ പോകുന്നു. ഇവർ 4 വ്യക്തികളല്ല, 4 വീടുകളാണ്. എങ്കിൽ ഞാൻ കൈമാറുന്നു. പല വീടുകളുടെയും കെട്ട് ഇന്ന് രാത്രി അഴിയാൻ പോയാ. ഒരു നിമിഷം നാം ഒന്നിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താൻ പോകാൻ സമയം ഓടിപ്പോയെന്ന് എനിക്കറിയാം. പക്ഷെ ഇത് സമാപന രാത്രി ആയതുകൊണ്ട് കുഴപ്പമില്ലെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. ഇന്ന് രാത്രി ഒരു പകർച്ച ഇവിടെ വെളിപ്പെടുമെങ്കിൽ അതിൽ ഞാനും ഉണ്ടെന്ന് പറയാൻ ത്രാണിയുള്ളവർ എത്ര പേരുണ്ട്? പണത്തേക്കാൾ വലുതാണ് അഭിഷേകം. അഭിഷേകത്തിന്റെ മീനെ ഒന്നും പറക്കുകയാണ് സാറേ. അതുകൊണ്ട് നീ കാണുന്ന പലതിനും മീതയാണ് അഭിഷേകം എന്ന് അറിയുന്ന ദൈവത്തിൽ ആ കരങ്ങളോട് ചേർത്ത് അടിച്ചവനെ സ്തോത്രം ചെയ്യട്ടെ. Yeah.
Hallelujah.